ഹലോ എവ്രി വൺ, കെ എസ് ട്യൂട്ടറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഇന്ത്യൻ എക്കോണമിയുടെ 4ാമത്തെ ക്ലാസ്സാണ്. 3 ക്ലാസ്സസ് ഇതിന് മുമ്പായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ആദ്യം അതൊന്ന് കാണുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാനിങ് ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കാണ്. മോഡ്യൂൾ 1-ലുള്ള ടോപ്പിക്കാണ്. സോ ആദ്യമായിട്ട് വൈ പ്ലാനിങ്, വാട്ട് ഈസ് ദ റാഷണൽ ഫോർ പ്ലാനിങ്. അപ്പോൾ നമ്മൾ ഓൾറെഡി 1947 ഇന്ത്യൻ എക്കോണമിയുടെ കണ്ടീഷൻ, സ്വാതന്ത്ര്യ ലബ്ധിക്കാലത്ത് ഇന്ത്യൻ എക്കോണമിയുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് ഓൾറെഡി നോക്കിയതാണ്. അപ്പോൾ അത് മൈൻഡിൽ വെച്ച് വേണം എന്തുകൊണ്ടാണ് ഇന്ത്യൻ എക്കോണമി ഒരു പ്ലാനിങ് മോഡൽ അഡോപ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്ലാൻഡ് എക്കോണമി എന്നുള്ള ഒരു കോൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്തത് എന്നുള്ളത് അത് വെച്ചിട്ട് വേണം നമ്മൾ ആലോചിക്കാൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, ലിമിറ്റേഷൻസ് ഓഫ് ദ മാർക്കറ്റ് മെക്കാനിസം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ 1947 ഇന്ത്യൻ എക്കോണമി വാസ് ഇൻ എ വെരി ബാഡ് സിറ്റുവേഷൻ എക്കണോമിക്കലി, സോഷ്യലി. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാനിങ് വാസ് റിക്വയർഡ് ഫോർ ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി. ഫുള്ളി മാർക്കറ്റ് മെക്കാനിസത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ വർക്കിംഗ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്നാൽ ഇന്ത്യൻ എക്കോണമി സക്സസ്ഫുൾ ആയിട്ട് റിവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഫീലിംഗാണ് ആദ്യത്തെ റീസൺ. ദ സെക്കൻഡ് വൺ, നീഡ് ഫോർ സോഷ്യൽ ജസ്റ്റിസ്. അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു എംപിരിക്കൽ ആയിട്ടുള്ള വന്നിട്ടുള്ള റീസൺസ് ആണ്. അതായത് ലുക്കിംഗ് അറ്റ് ദ എക്സ്പീരിയൻസ് ഓഫ് ഫ്രീ മാർക്കറ്റ് എക്കോണമീസ്, ദർ ഇസ് എവിഡൻസ് ദാറ്റ് ഗ്രോത്ത് ഡസ് നോട്ട് ട്രിക്കിൾ ഡൗൺ. ഗ്രോത്ത് ഏറ്റവും ലോ ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ഏറ്റവും ലോ ലെവലിലുള്ള പോപ്പുലേഷനിലേക്ക് ഗ്രോത്തിൻ്റെ ബെനിഫിറ്റ്സ് എത്തുന്നില്ല. അങ്ങനെ എത്താതിരിക്കുമ്പോൾ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ എസെൻഷ്യൽ ആണ്. അപ്പോൾ അത് ഇന്ത്യയിൽ ഉണ്ടാവാൻ വേണ്ടി, എസ്പെഷ്യലി ബിക്കോസ് ഇന്ത്യ ഹാഡ് എ ഹിസ്റ്ററി ഓഫ് സബ്ജുഗേഷൻ because of the colonial rule. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ടു പ്രിവെൻറ്റ് കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ ഇൻ ഫ്യൂ ഹാൻഡ്സ്. എല്ലാ ആളുകൾക്കും ഡെവലപ്മെൻറ്റ് ഉണ്ടാവാനും ഗ്രോത്ത് ഉണ്ടാവാനുമുള്ള, ആൻഡ് ഓൾസോ പ്ലസ് പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ് അണ്ടർടേക്ക് ചെയ്യുക, അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം അഡ്രസ്സ് ചെയ്യുക, ഹ്യൂമൻ റിസോഴ്സസിനെ നന്നായി യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് പ്ലാനിങ് എസെൻഷ്യൽ ആയിരുന്നു എന്നുള്ള ഒരു റീസൺ. ആൻഡ് തേർഡ് റീസൺ, റിസോഴ്സ് മൊബിലൈസേഷൻ ആൻഡ് അലോക്കേഷൻ. അപ്പോൾ അത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്ത്യൻ എക്കോണമിയിൽ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള റിസോഴ്സ് കൺസ്ട്രെയിൻസ് ഉണ്ട്. ഈവൻ നൗ ബിക്കോസ് ഓഫ് എ ഹ്യൂജ് പോപ്പുലേഷൻ, റിസോഴ്സ് കൺസ്ട്രെയിൻസ് വളരെയധികമുണ്ട്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു യൂസ് ദ അവൈലബിൾ റിസോഴ്സസ് ജുഡീഷ്യസ്ലി. നമ്മുടെ കയ്യിൽ ഉള്ള റിസോഴ്സസ് നന്നായി ഉപയോഗിക്കുക എന്നുള്ള ഒരു എസെൻഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ പ്രൈവറ്റ് പ്രോഫിറ്റബിലിറ്റി, മാർക്കറ്റിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പ്രൈവറ്റ് പ്രോഫിറ്റബിലിറ്റി മാത്രം നോക്കി പ്രോജക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സസ് എല്ലാം അതിലേക്ക്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് മാത്രം ചാനലൈസ് ചെയ്യുകയാണെങ്കിൽ, ദർ ഇസ് എ ചാൻസ് ദാറ്റ് ദ ലിമിറ്റഡ് റിസോഴ്സസ് വിൽ ബി ഡൈവേർട്ടഡ് ടു സോഷ്യലി ലോ പ്രയോറിറ്റി ഏരിയാസ്. അപ്പോൾ കുറച്ച് ആളുകൾക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. ഒരു എൻറ്റയർ പോപ്പുലേഷനെ ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് മെയിൻ റീസൺസ് വൈ ഇന്ത്യ adopted planning. Now, Indian planning was inspired by the Russian experience, and planning was adopted as an instrument of economic development. അപ്പോൾ അതിനു വേണ്ടിയാണ് പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തത്, ഇൻ ഓർഡർ ടു പ്രിപ്പയർ 5-year പ്ലാൻസ്. നമ്മൾ 5-year പ്ലാൻ മോഡൽസ് ആണ് ഫോളോ ചെയ്തിരുന്നത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഇൻഡിക്കേറ്റീവ് ആണ്. ഇന്ത്യൻ പ്ലാനിങ് ഈസ് ഇൻഡിക്കേറ്റീവ് എക്കണോമിക് പ്ലാനിങ്. ദാറ്റ് ഈസ്, ദർ ഇസ് നോ എലമെൻറ്റ് ഓഫ് കമ്പൽഷൻ, അല്ലെങ്കിൽ ദർ ഇസ് നോ എലമെൻറ്റ് ഓഫ് ഇന്നെവിറ്റബിലിറ്റി. നോർമലി സോഷ്യലിസ്റ്റ് കൺട്രീസിൻ്റെ പ്ലാനിങ്ങിൽ ഒരു കമ്പൽസീവ് പ്ലാനിങ് ആണ്, അല്ലെങ്കിൽ അത് ഇന്നെവിറ്റബിളായി ഫോളോ ചെയ്തേ പറ്റൂ എന്നുള്ളത്. പക്ഷേ ഇന്ത്യൻ പ്ലാനിങ് ഈസ് ഇൻഡിക്കേറ്റീവ്, അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു അഡ്വൈസറി നേച്ചറിലുള്ളതാണ്. ഇറ്റ് ലേസ് ഡൗൺ ടാർഗറ്റ്സ്, ഓവറോൾ ടാർഗറ്റ്സ് ഫോർ സെക്ടേഴ്സ്. അങ്ങനെയുള്ളൊരു രീതിയിലാണ്, ഇൻഡിക്കേറ്റീവ് ആയിട്ടുള്ള പ്ലാനിംഗ് ആണ്, ഒരു ഡയറക്ഷൻ കൊടുക്കുന്ന രീതിയിലുള്ള പ്ലാനിംഗ് ആണ്. സോ അതിന് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാവുന്നത്, ഇപ്പോൾ ഇന്ത്യൻ അഗ്രികൾച്ചർ ഹാസ് ഓൾവേസ് ബീൻ ഇൻ ദ ഹാൻഡ്സ് ഓഫ് പ്രൈവറ്റ് സെക്ടർ. ഫുള്ളി പ്രൈവറ്റ് സെക്ടറിലാണ് അഗ്രികൾച്ചർ ഇരിക്കുന്നത്. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് ഉണ്ട്, ബട്ട് അതിലെ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൊഡക്ഷൻ ഒക്കെ ഫുള്ളി പ്രൈവറ്റ് സെക്ടറിൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. ബട്ട് സ്റ്റിൽ each and every plan, even though the government does not have control over that sector, each and every plan has details for agricultural sector. അപ്പോൾ അത് നമുക്ക് അതിനൊരു എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ ഇൻഡിക്കേറ്റീവ് പ്ലാനിംഗ് വരാനുള്ള ഒരു മേജർ റീസൺ ഇസ് ദാറ്റ്, ആസ് വി നോ, ഇന്ത്യ ഇസ് എ മിക്സഡ് ഇക്കോണമി. നെക്സ്റ്റ് ഫീച്ചർ ഇസ് ദാറ്റ് ഇന്ത്യൻ പ്ലാനിംഗ് ഫിസിക്കൽ പ്ലാനിംഗ് ആണ്. അപ്പോൾ എക്കണോമിക് പ്ലാനിംഗ് 2 തരത്തിലാണുള്ളത്. 1 ഇസ് ഫിസിക്കൽ പ്ലാനിംഗ്, 2 ഫിനാൻഷ്യൽ പ്ലാനിംഗ്. അപ്പോൾ ഫിസിക്കൽ പ്ലാനിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അലൊക്കേഷൻ ഓഫ് റിസോഴ്സസ്, അതായത് ഇൻ ടേംസ് ഓഫ് മെൻ, മെറ്റീരിയൽ, പവർ. അപ്പോൾ ടാർഗറ്റ്സ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് റിസോഴ്സസ് അലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് ഡീൽ ചെയ്യുന്നതിനെയാണ് ഫിസിക്കൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്
how to, or it implies the provision of making available financial resources to realize the plan targets. അപ്പം യൂഷ്വലി ഇത് രണ്ടും സൈഡ് ബൈ സൈഡ് ആയിട്ട് അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ്. ബട്ട് ഇന്ത്യൻ പ്ലാനിങ് ഹാസ് മേജർലി ബീൻ ഫിസിക്കൽ പ്ലാനിങ്. അതിനുള്ള റീസൺ നമ്മുടെ PC Mahalanobis ഹാസ് ഗിവൺ റീസൺ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഫിസിക്കലി പോസിബിൾ ഈസ് ഫിനാൻഷ്യലി പോസിബിൾ ടു. അതായത് റിസോഴ്സസ് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നുകൊള്ളും. ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ സേവിങ്സ് ആൻഡ് റിസോഴ്സസ് വിൽ ഓട്ടോമാറ്റിക്കലി കം എന്നുള്ള ഒരു അസംഷനിലാണ് ഇന്ത്യ മേജർലി ഫിസിക്കൽ പ്ലാനിങ് ആയിട്ട് ഫോർമുലേറ്റ് ചെയ്തിരുന്നത്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, അടുത്ത ഫീച്ചർ ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത് ഇന്ത്യൻ പ്ലാനിങ് ഹാസ് ബീൻ സോഷ്യൽ പ്ലാനിങ്. ദാറ്റ് ഇസ് ഇറ്റ് ഹാസ് ബീൻ ഫോക്കസ്ഡ് ഓൺ സോഷ്യൽ പ്ലാനിങ് റാദർ ദാൻ എക്കണോമിക് പ്ലാനിങ്. അപ്പോൾ അത് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ എക്കണോമിക് നേച്ചർ ഓഫ് അവർ കൺട്രി. ഓൾറെഡി പറഞ്ഞ പോലെ വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള, വളരെ സബ്ജുഗേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നത് കൊണ്ട് തന്നെ അതിനെ ലിഫ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവിൻ്റെ പുറത്താണ് സോഷ്യൽ പ്ലാനിങ് വന്നിരിക്കുന്നത്. ബട്ട് ബിക്കോസ് ഓഫ് ദ സോഷ്യൽ നേച്ചർ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് there has been a lot of political participation or വളരെയധികം പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റ് നമ്മുടെ പ്ലാനിങ്ങിൽ കാണാൻ പറ്റും. എസ്പെഷ്യലി ഇപ്പോൾ വോട്ട് ബാങ്ക് ഫേവറിങ് ആയിട്ടുള്ള പോളിസീസ്, അങ്ങനെയുള്ള മെഷേഴ്സ്, അതൊക്കെ നമ്മുടെ പ്ലാനിൽ വിസിബിളായിട്ട് കാണാൻ പറ്റും ഇഫ് വി ലുക്ക് അറ്റ് ദ ഹിസ്റ്ററി. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം, ദർ ഇസ് എ പ്രോബ്ലം ഓഫ് ബീങ് എഫക്റ്റഡ് ബൈ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ഓൾസോ interests of various people. For example, various classes, like for example regarding land reforms in the failure ഒരു മേജർ കാരണമായിട്ട് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് എക്കണോമിക് പവർ ഇൻ ലാർജ് ബിസിനസ് ഹൗസസ്, അല്ലെങ്കിൽ ലാർജ് ഫാമേഴ്സ്, ജാമിൻദാസ്, ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ അല്ലെങ്കിൽ ജാമിൻദാസിൻ്റെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് കാരണമാണ് ലാൻഡ് റിഫോംസ് ഫെയിലിയർ ആകാനുള്ള ഒരു മേജർ റീസൺ പറയുന്നത്. അപ്പോൾ അതുപോലെ സോഷ്യൽ പ്ലാനിങ് ഒബ്ജക്റ്റീവ് വെക്കുമ്പോഴുള്ള ഒരു മേജർ റീസൺ ആണ് ദർ ഇസ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വേരിയസ് പ്രഷർ ഗ്രൂപ്പ്സ്. അതിപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ആവാം, അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഏത് സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ വേണമെങ്കിലും ആവാം. ഗവൺമെൻറ്റിന് മേലെ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്ന സെക്ഷൻസ് ഓഫ് പോപ്പുലേഷൻ കാരണം ഇൻഫ്ലുവൻസ്ഡ് ആവാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ 3 ഫീച്ചേഴ്സാണ് മെയിൻലി ഉള്ളത്: ഇൻഡിക്കേറ്റീവ് പ്ലാനിങ്, ഫിസിക്കൽ പ്ലാനിങ്, സോഷ്യൽ പ്ലാനിങ്. Now അടുത്തതായിട്ട് പ്ലാനിങ് അഥവാ സിൻസ് വി ആർ എക്സ്പെക്ടിങ് 2 മാർക്കർ ക്വസ്റ്റ്യൻസ്, അഥവാ വാട്ട് ഇസ് പ്ലാനിങ് എന്നുള്ളൊരു ഡെഫിനേഷൻ ചോദിക്കുകയാണെങ്കിൽ പ്ലാനിങ് കമ്മീഷൻ കൊടുത്തിരിക്കുന്ന ഡെഫിനേഷനാണ്, അത് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ അത് നോട്ട്സിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇവല്യൂഷൻ ഓഫ് പ്ലാനിങ്, അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓഫ് പ്ലാനിങ് ആണ്. അപ്പോൾ ബൈ ദ ഡെക്കേഡ് ഓഫ് 1930s ദ ഐഡിയ ഓഫ് പ്ലാനിങ് ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ്. പ്രത്യേകിച്ച് ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡിസ്കഷനിൽ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് വിശ്വേശ്വരയ്യ പ്ലാൻ ആണ്. സോ ഇൻ ഹിസ് ബുക്ക് ദ പ്ലാൻഡ് എക്കോണമി ഓഫ് ഇന്ത്യ പബ്ലിഷ്ഡ് ഇൻ 1934 അദ്ദേഹത്തിൻ്റെ പ്ലാൻ പ്രപ്പോസൽ ഫോർവേഡ് ചെയ്തു. സോ ഹിസ് ഐഡിയ വാസ് ദാറ്റ് ദ പ്ലാൻ ഷുഡ് ബി വിത്ത് എൻ എംഫസിസ് ഓൺ ഇൻഡസ്ട്രിയലൈസേഷൻ. ദാറ്റ് ഇസ് he envisaged a shift of labor from agriculture to industries, targeting to double the national income in 1 decade. സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കുറവാണ്, ബിക്കോസ് അത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ, പിന്നെ അത്ര പ്ലാനിങ് ഓൾറെഡി നമ്മൾ സ്ക്രാപ്പ് ചെയ്തതുകൊണ്ട് റെലവൻസ് കുറവാണെങ്കിലും ഒരു ഇൻ കേസ് അവരൊരു ഹിസ്റ്റോറിക്കൽ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവല്യൂഷൻ ഓഫ് പ്ലാനിങ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതാൻ ഉള്ള രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. സോ അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഫിക്കി പ്രപ്പോസൽ. അത് 1934 നീഡ് ഓഫ് നാഷണൽ പ്ലാനിങ് വാസ് റെക്കമെൻഡഡ് ബൈ ഫിക്കി. ഫിക്കി ഇസ് ദ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, അതായത് ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റിൻ്റെ ലീഡിംഗ് ഓർഗനൈസേഷൻ ആണ്. 1934 അവർ വോയിസിങ് ദ വ്യൂസ് ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്. അപ്പോൾ അവരൊരു കോൾഡ് ഫോർ ദ നീഡ് ഫോർ എ ഹൈ പവേർഡ് നാഷണൽ പ്ലാനിങ് കമ്മീഷൻ ടു കോർഡിനേറ്റ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്. അപ്പോൾ ഇത് വരുന്നത് ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. ഗ്രേറ്റ് ഡിപ്രഷൻ വന്നതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു മാർക്കറ്റ് എക്കോണമിയോടുള്ള ഒരു പെസിമിസ്റ്റിക് ഔട്ട്ലുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്ലാനിങ്ങിൽ ഈവൻ ക്യാപിറ്റലിസ്റ്റ് പോലും പ്ലാനിങ്ങിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു രീതി നമ്മൾ കാണുന്നത്. അടുത്തത് കോൺഗ്രസ് പ്ലാൻ ആണ്. അതായത് അണ്ടർ ദ ഇനിഷ്യേറ്റീവ് ഓഫ് INC പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വാസ് സെറ്റപ്പ്. അപ്പോൾ ദാറ്റ് വാസ് ഇൻ ഓർഡർ ടു വർക്ക് ഔട്ട് പ്രോഗ്രാംസ് ഫോർ ഡെവലപ്മെൻറ്റ് എൻകംപാസിങ് ഓൾ മേജർ ഏരിയാസ് ഓഫ് ദ എക്കോണമി. ആൻഡ് അത് ദ മെയിൻ ഫാക്ടർ ഹിയർ ഇസ് ദാറ്റ് ഇറ്റ്
ജനറേറ്റഡ് എ ലോട്ട് ഓഫ് ഇൻട്രസ്റ്റ് ത്രൂ ഔട്ട് ദ കൺട്രി ഫോർ കോർഡിനേറ്റഡ് പ്ലാനിങ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് പറയുന്നത്. ദാറ്റ് ഇസ് ദ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് പറയുന്നത് കോർഡിനേറ്റഡ് പ്ലാനിങ്ങിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഓൾ ഓവർ ദ കൺട്രി ജനറേറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്തു. ആൻഡ് ഓൾസോ ഇറ്റ് ബ്രോട്ട് അബൌട്ട് it envisaged coordinated planning as a means of bringing about increase in standard of living, and it also emphasized on social and economic changes, അല്ലെങ്കിൽ social and economic changesൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യകത എന്താണ് എന്നുള്ളതാണ് കോൺഗ്രസ് പ്ലാൻ ഫോക്കസ് ചെയ്തത്. അപ്പോൾ അതാണ് NPCയുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആയിട്ട് പറയുന്നത്. ഇറ്റ് ജനറേറ്റഡ് എ ലോട്ട് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ത്രൂ ഔട്ട് ദ കൺട്രി ഓൺ regarding coordinated planning. അടുത്തത് ബോംബെ പ്ലാൻ ആണ്. ബോംബെ പ്ലാൻ വാസ് പ്രിപ്പയർഡ് ബൈ it was titled a plan of economic development for India, and it was prepared by India's leading capitalists. അടുത്ത് നമ്മൾ പറയേണ്ടത് ഗാന്ധിയൻ പ്ലാൻ. So Gandhian plan was put forward by Sriman Narayan Agarwal in 1944. അപ്പോൾ പ്ലാൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് അഗ്രികൾച്ചറിലാണ്. ഇൻഡസ്ട്രിയലൈസേഷൻ, ഈവൻ ഇഫ് ഇൻഡസ്ട്രിയലൈസേഷനെ പറ്റി ചെറുതായി മെൻഷൻ ചെയ്തിരുന്നുവെങ്കിലും ഇറ്റ് വാസ് ഓൺലി അറ്റ് ദ ലെവൽ ഓഫ് പ്രൊമോട്ടിംഗ് കോട്ടേജ് ആൻഡ് വില്ലേജ് ലെവൽ ഇൻഡസ്ട്രീസ്. സോ NPC ആൻഡ് ബോംബെ പ്ലാൻ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റുകളുടെ പ്ലാനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലാനാണിത്. ആ പ്ലാൻസൊക്കെ ഒരു ഹെവി ആൻഡ് ലാർജ് ഇൻഡസ്ട്രീസിൽ ഫോക്കസ് കൊടുത്തപ്പോൾ ഗാന്ധിയൻ പ്ലാൻ വാസ് ഫോക്കസ്ഡ് ഓൺ അഗ്രികൾച്ചർ, കോട്ടേജ് ഇൻഡസ്ട്രീസ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അങ്ങനെയുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്കണോമിക് സ്ട്രക്ചർ ആൻഡ് സെൽഫ് സഫിഷ്യൻസി. ഇത് രണ്ടുമാണ്, ഡീസെൻട്രലൈസേഷൻ ആൻഡ് സെൽഫ് സഫിഷ്യൻസി. ഈ രണ്ട് കാര്യങ്ങളാണ് ഗാന്ധിയൻ പ്ലാനിൽ ഫോക്കസ് ചെയ്തിരുന്നത്. അടുത്തത് പീപ്പിൾസ് പ്ലാൻ ആണ്. അതായത് MN റോയ് 1945 ഫോർമുലേറ്റ് ചെയ്തത്. And it was based on Marxist socialism and advocated the idea or the need for providing people with basic necessities of life. Even ഇപ്പോഴും യൂണിവേഴ്സൽ ബേസിക് ഇൻകത്തിലൊക്കെ ഡിസ്കഷൻസ് നടക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് ഇൻകം, ബട്ട് അതിൻ്റെ ഒരു റെലവൻസ് പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് ഇതിൽ രണ്ട് സെക്ടേഴ്സ്, ദാറ്റ് ഇസ് ബോത്ത് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് വെയർ ഈക്വലി ഹൈലൈറ്റഡ് ബൈ ദ പ്ലാൻ. ഓക്കെ, so this plan can be seen as the reason for socialist leanings in India's planning process. ഓക്കെ, അത്രയുമാണ് ഒരു പ്ലാനിങ്ങിൻ്റെ ഇവല്യൂഷൻ വെച്ച് നോക്കുമ്പോൾ പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിങ്. സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിങ് പറയുമ്പോൾ നമ്മൾ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ബിക്കോസ് എവറി പ്ലാൻ ഹാസ് സെപ്പറേറ്റ് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് ആസ് വെൽ. അതായത് അപ്പോഴത്തെ നീഡ് അനുസരിച്ച്, അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് there are short term objectives also, but generally എല്ലാ പ്ലാൻസിലും ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് മെജോറിറ്റി പ്ലാൻസിലും ഫോളോ ചെയ്യുന്ന ജനറൽ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിങ് ഇൻക്ലൂഡ് ആദ്യത്തേത് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് കോഴ്സ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ് പ്ലാനിങ് അഡോപ്റ്റ് ചെയ്തത്. ഇറ്റ് വാസ് അഡോപ്റ്റഡ് ആസ് എൻ എൻജിൻ ഓഫ് എക്കണോമിക്, നോട്ട് എൻ എൻജിൻ, ഇറ്റ് വാസ് അഡോപ്റ്റഡ് ആസ് എ പാത്ത് ഫോർ എക്കണോമിക് ഗ്രോത്ത്. Then second one, self-reliance. As we already said, since we were under colonial exploitation, self-reliance was a major goal for our economy. അടുത്തത് റിമൂവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. നമ്മൾ പറഞ്ഞ പോലെ സോഷ്യൽ രീതിയിലുള്ള അല്ലെങ്കിൽ സോഷ്യൽ കളർ ഉള്ള ഒരു പ്ലാനിങ് ആണ്, സോഷ്യൽ പ്ലാനിങ് ആണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റിമൂവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, റിഡക്ഷൻ ഓഫ് ഇൻകം ഇൻഇക്വാലിറ്റീസ്, എലിമിനേഷൻ ഓഫ് പോവർട്ടി, മോഡേണൈസേഷൻ, ആൻഡ് ലാസ്റ്റ് വൺ ഇൻക്ലൂസീവ്നെസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഓഫ് ഗ്രോത്ത്. ഇത്രയും കാര്യങ്ങളാണ് മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിങ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളൊരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഏർലിയർ പ്ലാൻസ് വെയർ ഫോക്കസ്ഡ് ഓൺ റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് ദാൻ എനി അതർ ഒബ്ജക്റ്റീവ്. ഏർലിയർ പ്ലാൻസിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒബ്ജക്റ്റീവ് റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും. ആൻഡ് ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് പ്ലാൻസ് ഒക്കെ എത്തുമ്പോഴാണ് നമ്മൾ സെൽഫ് റിലയൻസ്, ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്, റിമൂവൽ ഓഫ് പോവർട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ ഇസ് ദാറ്റ് ഇൻ ദ ബിഗിനിങ് അല്ലെങ്കിൽ ഏർലിയർ പ്ലാൻസിൽ ദർ വാസ് എ ബിലീഫ് ദാറ്റ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ട്രിക്കിൾ ഡൗൺ ചെയ്ത് ഏറ്റവും ലോവർ സെക്ടേഴ്സിൽ എത്തി ഓൾ പീപ്പിൾ വിൽ ബി ബെനിഫിറ്റഡ്. അതുവഴി ഓട്ടോമാറ്റിക്കലി എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവും, പോവർട്ടി വിൽ ബി റെഡ്യൂസ്ഡ് എന്നുള്ള ഒരു അസംഷനിലാണ് ആദ്യത്തെ പ്ലാനിൽ എക്കണോമിക് ഗ്രോത്തിൽ മാത്രം ഫോക്കസ് ഉണ്ടായിരുന്നത്. ബട്ട് ദെൻ അത് വർക്ക്ഔട്ട് ചെയ്യുന്നില്ല എന്ന് കണ്ടുവന്നപ്പോഴാണ് അറൗണ്ട് ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് പ്ലാൻസിൽ സെൽഫ് റിലയൻസ്, ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്, റിമൂവൽ ഓഫ് പോവർട്ടി എന്നിങ്ങനെയുള്ളത് മേജറായിട്ട് സ്ട്രെസ് ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് സെവൻത്ത് പ്ലാനിലാണ് മോഡേണൈസേഷൻ സ്ട്രെസ് ചെയ്യുന്നത്.
ആൻഡ് നമുക്കറിയാവുന്ന പോലെ ദ മോസ്റ്റ് റീസെൻറ്റ്, അതായത് 11th പ്ലാനിലാണ് ഇൻക്ലൂസീവ്നെസ് ഓഫ് ഗ്രോത്ത് ഫോക്കസ് വന്നത്. ഓൾസോ 12th പ്ലാനിലും ഇൻക്ലൂസീവ്നെസ് ഓഫ് ഗ്രോത്ത് പ്ലസ് സസ്റ്റൈനബിലിറ്റി ഓഫ് ഗ്രോത്തും 12th പ്ലാനിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പ്ലാനിങ് എന്നുള്ള ഒരു ഐഡിയ ഡിസ്മാൻഡിൽ ചെയ്ത് വേറെ പുതിയൊരു ഐഡിയ കൊണ്ടുവന്നത്. അടുത്ത് നമ്മൾ ഓരോ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണ്. ഹൗ ദ പെർഫോമൻസ് ഹാസ് ബീൻ, അല്ലെങ്കിൽ ഹൗ വിച്ച് പ്ലാൻ അക്കോർഡഡ് ഇമ്പോർട്ടൻസ് ടു വാട്ട് എന്നുള്ളതാണ് നോക്കുന്നത്. സോ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആസ് വി സെഡ് എക്കണോമിക് ഗ്രോത്ത് ആണ്. സോ എക്കണോമിക് ഗ്രോത്ത് ഹാസ് ഓൾവേസ് ബീൻ ഇൻ ദ ഫോക്കസ് ആസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇന്ത്യൻ 5-year പ്ലാൻ. സോ അത് വളരെ ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈവൻ ദോ പല പ്ലാനുകളിലും പല ഏരിയാസിന് എംഫസിസ് കൊടുത്തിരുന്നുവെങ്കിലും economic growth അല്ലെങ്കിൽ the idea of economic growth never lost its importance. So it is very justifiable because India has a history of a long period of stagnation in the 19th century and early 20th century. അപ്പോൾ അതിനെ ഒരു റിവൈവലിന് വേണ്ടി തന്നെയാണ് ഒരു ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ചോയ്സ് ഓഫ് ഡിസിഷൻ മേക്കേഴ്സ് വാസ് ഫോർ എക്കണോമിക് ഗ്രോത്ത്. സോ എക്കണോമിക് ഗ്രോത്ത് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇൻ ദ ഏർലിയർ ഫേസ്, അതായത് ഡ്യൂറിങ് ദ ഫസ്റ്റ് 3 decades ഓഫ് എക്കണോമിക് പ്ലാനിങ് വളരെ മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റ് മാത്രമാണ് എക്കണോമിക് ഗ്രോത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇൻ ദിസ് പീരിയഡ് നാഷണൽ ഇൻകം ഹാഡ് ഇൻക്രീസ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് 3.5% per annum only. Now later phase നോക്കുകയാണെങ്കിൽ there has been a average growth rate of around 6%. അത്യാവശ്യം നല്ലൊരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഹാസ് ബീൻ സീൻ. അപ്പോൾ അതാണ് എക്കണോമിക് ഗ്രോത്തിനെ പറ്റി പറയാനുള്ളത്. അടുത്ത് സെൽഫ് റിലയൻസ് എന്നുള്ള ഒബ്ജക്റ്റീവാണ്. സോ വെൻ വി ടോക്ക് അബൌട്ട് സെൽഫ് റിലയൻസ്, ഇന്ത്യ വാസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ഫോറിൻ കൺട്രീസ് ഇൻ 3 respects. 3 കാര്യങ്ങളിലാണ് ഇന്ത്യക്ക് ഫോറിൻ കൺട്രീസിൽ ഡിപ്പെൻഡൻസ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഈവൻ ദോ ഇന്ത്യൻ എക്കോണമി എഗ്രേറിയൻ ആയിട്ടുള്ള ഒരു എക്കോണമി ആയിരുന്നെങ്കിൽ പോലും നമ്മുടെ ഫുഡ് ഗ്രെയിൻസിൻ്റെ ഔട്ട്പുട്ട് സഫീഷ്യൻ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു ഫ്രം USA ആൻഡ് അതർ ഡെവലപ്ഡ് കൺട്രീസ്. അപ്പോൾ അങ്ങനെ ഫുഡ് ഗ്രെയിൻസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കമോഡിറ്റിയാണ്. അപ്പം യൂസിങ് ദാറ്റ് ഇമ്പോർട്ട്സ് അല്ലെങ്കിൽ ആ ഇമ്പോർട്ട് ബ്ലോക്ക് ചെയ്ത് അങ്ങനെയൊക്കെ പല രീതിയിൽ ആ ഇമ്പോർട്ടിനെ ഒരു ടൂളായി ഉപയോഗിച്ച് മറ്റ് കൺട്രീസിന് നമ്മുടെ സോവറിനിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്യാനോ ഉള്ള ഒരു ഓപ്ഷനാണ് അവിടെ വരുന്നത്. ദാറ്റ് ഈസ് ദർ ഇസ് എൻ അൺഈക്വൽ ബാർഗെയിനിങ് പൊസിഷൻ. ഫ്രീ ട്രേഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, 2 സെയിം ലെവലിലുള്ള കൺട്രീസ് തമ്മിൽ ഫ്രീ ട്രേഡ് ചെയ്യുമ്പോൾ 2 പേർക്കും ബെനിഫിറ്റ് ആണ്. പക്ഷേ when an underdeveloped country trades with a developed country, there's kind of an unequal bargaining position. And underdeveloped country ആവശ്യമില്ലാതെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരും. സോ ഇഫ് എ കൺട്രി ഹാസ് ടു മെയിൻറ്റെയിൻ ഇറ്റ് സോവറിനിറ്റി, ഇറ്റ് ഹാസ് ടു മേക്ക് ഇറ്റ് സെൽഫ് കംപ്ലീറ്റ്ലി സെൽഫ് റിലയൻറ്റ് ഇൻ ഫുഡ്. ഇനി രണ്ടാമത്തെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ദർ വാസ് നോൺ എക്സിസ്റ്റൻസ് ഓഫ് ബേസിക് ഇൻഡസ്ട്രീസ് ലൈക്ക് ട്രാൻസ്പോർട്ട്, ടൂൾസ്, ഹെവി എഞ്ചിനീയറിംഗ് ഗുഡ്സ്, ഇലക്ട്രിക്കൽ പ്ലാന്റ്സ്, മെഷീൻസ്, അങ്ങനെയുള്ള ക്യാപിറ്റൽ ഗുഡ്സ് വളരെ ലെസ് ആയിരുന്നു, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ഡെവലപ്ഡ് അല്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതും ഡെവലപ്ഡ് കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. സെയിം അൺഈക്വൽ ബാർഗെയിനിങ് പൊസിഷനാണ് അവിടെയും അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് തേർഡ് തിങ് ഇസ് ദാറ്റ് because our saving rate was very low, we had to depend on foreign aid in order to step up the investment rate in our country. അപ്പോൾ 3 കാര്യങ്ങളിലാണ് ഇന്ത്യ വാസ് ഡിപ്പെൻഡൻറ്റ് ഓൺ അതർ കൺട്രീസ്. അപ്പോൾ അങ്ങനെ ഇന്ത്യക്കൊരു അൺഈക്വൽ ബാർഗെയിനിങ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ അതിനൊരു ദർ വാസ് എ ഡിസഡ്വാൻറ്റേജ് ഇൻ സച്ച് എ ഡിപ്പെൻഡൻസ്. സോ കോൺസെപ്റ്റ് ഓഫ് സെൽഫ് റിലയൻസ് വാസ് ഫസ്റ്റ് ടൈം ഇറ്റ് വാസ് സ്റ്റേറ്റഡ് ഇൻ ദ 3rd plan and it was reiterated in the 4th plan. അപ്പോൾ 3rd പ്ലാനിൽ വളരെ നാരോ ആയിട്ടാണ് കോൺസെപ്റ്റ് ഓഫ് സെൽഫ് റിലയൻസ് കൊടുത്തിരുന്നത്. ഓവർകമ്മിങ് ദ നീഡ് ഫോർ എക്സ്റ്റേണൽ അസിസ്റ്റൻസ് എന്നുള്ള ഒരു രീതിയിലാണ്. ഇൻ 4th പ്ലാൻ കുറച്ചും കൂടെ കോൺക്രീറ്റ് ആയിട്ടുള്ള രീതിയിൽ സെൽഫ് റിലയൻസ് എന്നുള്ള ഒബ്ജക്റ്റീവ് പുട്ട് ഫോർവേഡ് ചെയ്തു. നോട്ട് ഓൺലി ദ ഗവൺമെൻറ്റ്സ് കമ്മിറ്റ്മെൻറ്റ് ടു റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ എയ്ഡ് ബട്ട് ഓൾസോ ടു ഡു അവേ വിത്ത് ദ കൺസെഷണൽ ഇമ്പോർട്ട് ഓഫ് ഫുഡ് ഗ്രെയിൻസ്. ഇനി 5th പ്ലാനിൽ ഒരു 2-pronged സ്ട്രാറ്റജിയാണ് കൊണ്ടുവന്നത്. അതായത് ഇൻ ഓർഡർ ടു ടാക്കിൾ ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് പ്രോബ്ലം, 2-pronged strategy. One was export promotion and the other was controlling or cutting down on imports. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് 5th പ്ലാനിൽ വന്നിട്ടുള്ളത്. ആൻഡ് പോസ്റ്റ് റിഫോം പീരിയഡിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ലൈക്ക് പ്രിവെൻറ്റ് ഇമ്പോർട്ട്സ്, അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളൊരു പോസിബിലിറ്റി പോസ്റ്റ് റിഫോം പീരിയഡിൽ ഇല്ല. ആൻഡ് ഈ സെൽഫ് റിലയൻസിൻ്റെ ഒരു ഓവറോൾ അച്ചീവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ജനറലി അഗ്രീഡ് ദാറ്റ് ഇന്ത്യ ഹാസ് ബീൻ
India has some achievements in this field. First of all, Green Revolution ഒക്കെ വന്നതിന് ശേഷം India has become self-sufficient in food grain availability. Secondly, there was a considerable growth of iron and steel, machine tools, heavy engineering industries. അങ്ങനെ പല ഇൻഡസ്ട്രീസും ഇവിടെ ഡെവലപ്പ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഗുഡ്സിലുള്ള സെൽഫ് റിലയൻസും ഒരു പരിധിവരെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്കറിയാവുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഫോക്കസ് ഉള്ള ഒരു പ്രോഗ്രാമാണ് മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം. ദാറ്റ് ക്യാൻ ബി കോട്ടഡ് ഹിയർ ആൻസർ എഴുതുമ്പോൾ. മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം ഓൾസോ സെൽഫ് റിലയൻസ് എന്നുള്ള ഗോൾ വെച്ചിട്ട് തന്നെയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ വൺ പ്രോബ്ലം ഇൻ ദ ഏരിയ ഓഫ് സെൽഫ് റിലയൻസ് ഇസ് ദാറ്റ് ഇപ്പോൾ ഇന്ത്യ ഇപ്പോഴും വളരെ വോളറ്റൈൽ, അതായത് ഇൻ്റർനാഷണൽ പെട്രോളിയം പ്രൈസസ് ഒക്കെ വരുമ്പോഴേക്കും ഇന്ത്യൻ എക്കോണമിയിലും ആ വോളറ്റാലിറ്റി ബാധിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി നാച്ചുറൽ. ഓൾസോ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്ലോസും ഒരു വോളറ്റൈൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എക്കോണമിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ദാറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് വി ക്യാൻ അവോയ്ഡ് ബിക്കോസ് വി ആർ പാർട്ട് ഓഫ് എ ഗ്ലോബൽ വേൾഡ്. ദാറ്റ് ഈസ് നോട്ട് സംതിങ് വി ക്യാൻ അവോയ്ഡ്. അപ്പോൾ അത്രയുമാണ് സെൽഫ് റിലയൻസിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അടുത്ത് റിമൂവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. സോ റിമൂവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ കുറച്ച് പ്ലാൻസിൽ ഇറ്റ് വാസ് അസ്യൂംഡ് ദാറ്റ് എക്കണോമിക് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ദെയർ ബൈ റെഡ്യൂസ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഐഡിയ ആയിരുന്നു ഏർലി പ്ലാൻസിൽ ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ഹൈ പ്രയോറിറ്റി റിമൂവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിന് ആദ്യത്തെ പ്ലാൻസിൽ ഉണ്ടായിരുന്നില്ല. സോ ദ പ്രോബ്ലം വിത്ത് ദിസ് കൈൻഡ് ഓഫ് ആൻ അപ്രോച്ച് ഇസ് ദാറ്റ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യുമ്പോൾ ഇപ്പോൾ നോർമലി അല്ലെങ്കിൽ റെഗുലർലി ഉള്ള ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷനാണ് ജോബ്ലെസ് ഗ്രോത്ത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അഡ്രസ്സ് ചെയ്യാതെ പോയി എന്നുള്ളത് പ്ലാനിങ്ങിൻ്റെ വലിയൊരു ഫ്ലോ ആണ്, എസ്പെഷ്യലി ഇൻ ദ ഏർലിയർ സ്റ്റേജസ്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം ചെയ്താൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓൾസോ എന്തിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്, വാട്ട് ഇസ് ദ ചോയ്സ് ഓഫ് ടെക്നീക്സ് ദാറ്റ് വി ആർ ടേക്കിംഗ്, അങ്ങനെ അതിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻഡ് ക്രിയേഷൻ ഓഫ് ഫ്രഷ് ജോബ്സ് ഹാസ് ബീൻ ഇൻ എ വെരി ഇൻആഡക്വറ്റ് നമ്പർ. അതായത് ഇറ്റ് ഇസ് എവിഡൻറ്റ് ദാറ്റ് ഓരോ പ്ലാനിന് ശേഷവും there has not been an attempt to create jobs that is required by the fresh labor force coming into the labor market. So at the end of each plan period, the unemployment backlog was greater than at the beginning of the period. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അടുത്ത് പറയേണ്ടത് റിഡക്ഷൻ ഓഫ് ഇൻകം ഇൻഇക്വാളിറ്റീസ്. ഇത് എപ്പോഴും ഈവൻ നൗ വളരെ ഫെമിലിയർ ആയിട്ട് അല്ലെങ്കിൽ വളരെ കറണ്ട് അഫെയർസിലും ഡിസ്കഷനിൽ നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് റിഡക്ഷൻ ഓഫ് ഇൻകം ഇൻഇക്വാളിറ്റീസ്. So it has been mentioned as one of the objectives of economic planning in India, but in terms of priority അതിന് വളരെ ലോ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കിട്ടിയിട്ടുള്ളത്. 4th പ്ലാനിലാണ് പ്ലാനിംഗ് കമ്മീഷൻ ഇൻകം ഇൻഇക്വാളിറ്റീസിനെ വൈപ്പ് ഔട്ട് ചെയ്യാനുള്ള അപ്രോച്ച് അനൗൺസ് ചെയ്യുന്നത്. സോ ഫിസിക്കൽ മെഷേഴ്സ് ദാറ്റ് ക്യാൻ ഇറ്റ് ഹാസ് ബീൻ മെൻഷൻ ദാറ്റ് ഫിസിക്കൽ മെഷേഴ്സ് ക്യാൻ ഓൺലി റെഡ്യൂസ് ഡിസ്പോസബിൾ ഇൻകം ഓഫ് ദ ടോപ്പ് ആൻഡ് അതിനെ ഇൻകം ഇൻഇക്വാളിറ്റീസ്, അതായത് ഫിസിക്കൽ മെഷേഴ്സ് ഇൻ ദ സെൻസ് ടാക്സേഷൻ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ടാക്സേഷൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, അതിലൂടെയൊക്കെ ടോപ്പ് ലെവലിലുള്ള അല്ലെങ്കിൽ ടോപ്പ് 1%, ടോപ്പ് 10% അവരുടെ ഡിസ്പോസിബിൾ ഇൻകം കുറച്ച് ദാറ്റ് ക്യാൻ ബി ഷെയർഡ് അമംഗ് ദ പുവർ പോപ്പുലേഷൻ എന്നുള്ള രീതിയിലാണ് 4th പ്ലാനിൽ അപ്രോച്ച് സ്പെൽറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ സ്ട്രെസ് ദ നീഡ് ഫോർ റേസിംഗ് ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ പുവർ ബൈ ആക്സിലറേറ്റിംഗ് ഗ്രോത്ത്. അഗെയിൻ ഡെവലപ്മെൻറ്റ് ഗെയിൻസ് അല്ലെങ്കിൽ ഗ്രോത്തിൽ നിന്നുണ്ടാകുന്ന ഗെയിൻസ് താഴെത്തട്ടിലേക്ക് പോകും, ഇറ്റ് വിൽ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് അത് പോകും എന്നുള്ള അസംഷനാണ് ഇവിടെ മേജർ ഫ്ലോ ആയിട്ട് ഇന്ത്യൻ പ്ലാനിങ്ങിൽ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാവുന്നത്. ആൻഡ് 5th പ്ലാനിൽ നോക്കുകയാണെങ്കിൽ ഈവൻ ദോ റിമൂവൽ ഓഫ് പോവർട്ടി വാസ് മെൻഷൻഡ് ആസ് എ മേജർ ഒബ്ജക്റ്റീവ്, ഈ റിമൂവൽ ഓഫ് ഇൻകം ഇൻഇക്വാളിറ്റീസ് എന്നുള്ളതിന് വലിയ പ്രയോറിറ്റി കൊടുത്തിരുന്നില്ല. 6th പ്ലാനിലും അഗെയിൻ റിമൂവൽ ഓഫ് പോവർട്ടി വാസ് ഗിവൺ ആസ് എ മേജർ ഒബ്ജക്റ്റീവ്, ബട്ട് concrete measures were not provided for eliminating income inequalities. സോ വളരെ ലോ ആയിട്ടുള്ള ഒരു പ്രയോറിറ്റിയാണ് എക്കണോമിക് പ്ലാനിങ്ങിൽ ഇൻകം ഇൻഇക്വാളിറ്റീസ് ഉള്ളത്. പക്ഷേ ആസ് വി ഹാവ് സീൻ ഈവൻ കറണ്ട് ഡേറ്റയിൽ പോലും നോക്കുകയാണെങ്കിൽ ടോപ്പ് 1% അല്ലെങ്കിൽ ടോപ്പ് 10% ഓഫ് പീപ്പിൾ ആണ്, ദേ ആർ ഹോൾഡിംഗ് മോർ ദാൻ 70% ഓഫ് ഇന്ത്യൻ വെൽത്ത്. സോ ദിസ് ഹാസ് ഓൾറെഡി ബിൻ ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് വീഡിയോ. റിഫോംസിൻ്റെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതിന് ഞാൻ നോട്ട്സിൽ അത് അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എലിമിനേഷൻ ഓഫ് പോവർട്ടിയാണ്. എലിമിനേഷൻ ഓഫ് പോവർട്ടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനീഷ്യൽ പ്ലാൻസിൽ ഓട്ടോമാറ്റിക്കലി എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയും അത് ട്രിക്കിൾ ഡൗൺ ചെയ്ത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും പോവർട്ടിയും റെഡ്യൂസ് ചെയ്യും എന്നുള്ള കോൺസെപ്റ്റാണ് ഇനീഷ്യൽ പ്ലാൻസിലൊക്കെ ഉണ്ടായിരുന്നത്. ഹവെവർ
സിക്സ്ത് പ്ലാൻ ഡോക്യുമെന്റിലാണ് എവിഡൻ്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നത് ഇൻസിഡൻസ് ഓഫ് പോവർട്ടി ഇപ്പോഴും വളരെ ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് ഇൻ ദ ലൈറ്റ് ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസ് ഇറ്റ് ഇസ് നോട്ട് റിയലിസ്റ്റിക് ടു റിലൈ സോൾലി ഓൺ ദ ഗ്രോത്ത് പ്രോസസ്. അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനും സ്പെസിഫിക് പോളിസി മെഷേഴ്സും വേണം എന്ന് എവിഡൻ്റ് ആയിട്ട് പറയുന്നത് 7th പ്ലാനിലാണ്. ആൻഡ് പോവർട്ടി എസ്റ്റിമേഷൻ്റെ ഒരു മേജർ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻകം ബേസിസിലാണ് പോവർട്ടി എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വന്നിട്ടുള്ള കമ്മിറ്റീസ്, അത് പല സമയങ്ങളിൽ വന്ന കമ്മിറ്റീസ് പോവർട്ടി ലെവൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം. ഓൾസോ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് നോക്കുമ്പോൾ മോർ ദാൻ 50% ഓഫ് ഇന്ത്യാസ് പോപ്പുലേഷൻ ആർ സ്റ്റിൽ സഫറിംഗ് ഫ്രം മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്നുള്ളത് നോട്ട് ചെയ്യേണ്ട ഫാക്റ്റാണ്. Also recently the multi-dimensional poverty index, global multi-dimensional poverty index was released by the UNDP and Oxford Human Poverty Initiative. അപ്പോൾ അതിൻ്റെ പ്രകാരവും ഇപ്പോഴും ഇന്ത്യയിൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദോ വളരെ നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് ഇന്ത്യൻ പെർഫോമൻസിൽ അവർ അതിൽ കാണിച്ചിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാസ് നോട്ട് ബീൻ എലിമിനേറ്റഡ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അവിടെ നോട്ട് ചെയ്ത് പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ മോഡേണൈസേഷൻ്റെ കാര്യം, മോഡേണൈസേഷൻ ആസ് എൻ ഒബ്ജക്റ്റീവ് ഒരു 6th പ്ലാൻ വരെ ഒരു പ്ലാനിൻ്റെയും അജണ്ടയിൽ മോഡേണൈസേഷൻ സ്പെസിഫിക്കലി കൊടുത്തിട്ടില്ല. അതിനുശേഷം ആണെങ്കിലും ഒരു വളരെ വൈഡായിട്ട് വെറൈറ്റി ഓഫ് സ്ട്രക്ചറൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് ഇൻ ദ ഫ്രെയിം വർക്ക് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ള രീതിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ മോഡേണൈസേഷൻ ഇംപ്ലൈ ചെയ്യുന്നത് ഇറ്റ് ഇസ് എ ഷിഫ്റ്റ് ഇൻ സെക്ടോറൽ കോമ്പസിഷൻ ഓഫ് പ്രൊഡക്ഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റി, അഡ്വാൻസ്മെൻറ്റ് ഓഫ് ടെക്നോളജി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്നോവേഷൻസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. ആൻഡ് 7th പ്ലാൻ തൊട്ട് കോൺസെപ്റ്റ് ഓഫ് മോഡേണൈസേഷൻ നാരോ ഡൗൺ ചെയ്യുകയും ഇപ്പോൾ നമ്മൾ മെയിൻലി പറയുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസ് എന്നുള്ള ഒരു ആംഗിളിൽ നിന്നാണ് പറയുന്നത്. മോഡേണൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ അങ്ങനെ പറയാറില്ല. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എന്നുള്ള ടേംസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ, ഇൻക്ലൂസീവ്നെസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഓഫ് ഗ്രോത്ത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, റീസെൻ്റ്ലി ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയാവുന്നത്. അപ്പോൾ ഇൻക്ലൂസീവ്നെസ് ആണ് ആദ്യം കൊണ്ടുവന്ന കോൺസെപ്റ്റ്, പിന്നീടാണ് സസ്റ്റൈനബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് കൂടെ വരുന്നത്. 11th പ്ലാനിലാണ് ആദ്യമായിട്ട് ഇൻക്ലൂസീവ്നെസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഓഫ് ഗ്രോത്ത് എന്നുള്ള ഒരു ഡിസ്കഷൻ വരുന്നത്. ആൻഡ് അതിൻ്റെ മേജർ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് പോവർട്ടി അലൊക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, വിമൻസ് എംപവർമെൻറ്റ്, സോഷ്യൽ വെൽഫെയർ, അങ്ങനെ ഒരുപാട് കാലങ്ങളായി നെഗ്ലക്റ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്ന മേഖലകളിൽ കൂടുതൽ ഫോക്കസ് വരാൻ തുടങ്ങിയത് ഇൻക്ലൂസീവ്നെസ് എന്നുള്ള കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആൻഡ് ഇൻക്ലൂസീവ്നെസ്, സോഷ്യൽ ഇൻക്ലൂസീവ്നെസ് അലോങ് വിത്ത് ഫിനാൻഷ്യൽ ഇൻക്ലൂസീവ്നെസ് പോവർട്ടി റിഡക്ഷന് ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷനിൽ നിന്നാണ് ഇൻക്ലൂസീവ്നെസ്സിന് ഇത്രയും അധികം ഇമ്പോർട്ടൻസ് വന്നിട്ടുള്ളത്. ആൻഡ് 12th പ്ലാനിൽ ഒരു 5 ഡയമെൻഷൻസ് ഓഫ് ഇൻക്ലൂസീവ്നെസ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഇൻക്ലൂസീവ്നെസ് ആസ് പോവർട്ടി റിഡക്ഷൻ. സെക്കൻഡ് വൺ, ഇൻക്ലൂസീവ്നെസ് ആസ് ഗ്രൂപ്പ് ഇക്വാലിറ്റി. അതായത് ഇൻക്ലൂസീവ്നെസ്സിനകത്ത് പല ഗ്രൂപ്പ്സിൻ്റെ, അതായത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അലോങ് വിത്ത് ദാറ്റ് ജെൻഡർ ബേസ്ഡ് ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂസീവ്നെസ് ആസ് ഗ്രൂപ്പ് ഇക്വാലിറ്റിയിൽ വരിക. ദെൻ ഇൻക്ലൂസീവ്നെസ് ആസ് റീജിയണൽ ബാലൻസ്, അതായത് ഓൾ സ്റ്റേറ്റ്സ്, ഓൾ റീജിയൻസ് ആർ സീൻ ടു ബെനിഫിറ്റ് ഫ്രം എക്കണോമിക് ഗ്രോത്ത്. അങ്ങനെ ഒരു ആംഗിളിൽ നിന്ന് ഇറ്റ് ഈസ് നെസസറി ടു ഐഡൻറ്റിഫൈ ബാക്ക്വേർഡ് ഏരിയാസ് ആൻഡ് ഡിസൈൻ സ്പെസിഫിക് പോളിസീസ് ഫോർ ദെയർ ഗ്രോത്ത്. പിന്നെ വരുന്നത് ഫോക്കസ് ഓൺ ഇൻകം ഇൻഇക്വാലിറ്റി. ഓൾറെഡി പറഞ്ഞതുപോലെ പ്ലാൻ ഫോക്കസസ് ഓൺ പ്രൊവൈഡിങ് ഗ്രേറ്റർ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ടു ഓൾ പീപ്പിൾ. പിന്നീട് വരുന്നത് ഇൻക്ലൂസീവ്നെസ് ആസ് എംപവർമെൻറ്റ്, അതായത് ജസ്റ്റ് ഒരു ബെനിഫിറ്റ്സ് ഫ്ലോ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, എല്ലാവരെയും ഈക്വലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു ഐഡിയ ആണ് അതിനകത്ത് വരുന്നത്. ഓൾസോ എംപവർമെൻറ്റ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ ഗവേണൻസ്, അക്കൗണ്ടബിലിറ്റി, പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ, അങ്ങനെയുള്ള ഐഡിയാസ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഏറ്റവും റീസെൻ്റ്ലി വന്നതാണ് ഒരു എൻവയൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, അതായത് വിത്ത് ഇൻക്രീസിങ് ലെവൽസ് ഓഫ് എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ ലോകമെമ്പാടും ആൻഡ് ഓൾസോ ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ EIA ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ട് ന്യൂസിലുണ്ടായിരുന്നതാണ്. സോ എൻവയൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി കൂടി വരുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ്, എൻവയൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി എന്നുള്ള ഒരു ഇഷ്യൂ. ആൻഡ് ഇൻക്ലൂസീവ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെപ്പറ്റിയും കൂടെ ചിലപ്പോൾ ഇൻക്ലൂസീവ്നെസ്സിനെ പറ്റി ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ഇൻക്ലൂസീവ് ഗ്രോത്ത് അറ്റൈൻഡ് ആണോ, എങ്ങനെ അറ്റൈൻ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ
ഇൻക്ലൂസീവ്നെസ്സിനെ പറ്റി നമുക്ക് പല ലെവലിൽ, അതായത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആവാം, ഷോർട്ട് ആൻസർ ആവാം, 2 മാർക്കർ ആവാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അത് എല്ലാ രീതിയിലും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ സൊല്യൂഷൻസ് ടു റെഡ്യൂസ് ഇൻകം ഇനിക്വാളിറ്റി മെയിൻലി 3 ആസ്പെക്റ്റിൽ നിന്നാണ് സൊല്യൂഷൻസ് പറയാൻ പറ്റുന്നത്. ഒന്ന്, ഇൻവെസ്റ്റിംഗ് ഇൻ വിമൻ, അതായത് വിമൻ പാർട്ടിസിപ്പേഷൻ കൂടുതലായിട്ട് വേൾഡിൽ, അതായത് എക്കോണമിയിൽ കൂടുതലായിട്ട് വിമൻ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരിക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ റീസെൻ്റ്ലി നടന്നിട്ടുള്ള വേൾഡ് എക്കണോമിക് ഫോറം ആനുവൽ മീറ്റിംഗിൽ IMF ചീഫ് ആയിട്ടുള്ള ക്രിസ്റ്റീൻ ലഗാർഡ് സെഡ് വിമൻസ് പാർട്ടിസിപ്പേഷൻ വർക്ക് ഫോഴ്സിലുള്ള വിമൻസ് പാർട്ടിസിപ്പേഷൻ മാൻസ് പാർട്ടിസിപ്പേഷനുമായിട്ട് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് 27% പെർ ആനം ഗ്രോത്ത് റേറ്റ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് ക്രിസ്റ്റീൻ ലഗാർഡ് IMF ചീഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിനകത്താണ് ഈ 3 റെക്കമെൻഡേഷൻസ് വന്നിട്ടുള്ളത്. ഇൻവെസ്റ്റിംഗ് ഇൻ വിമൻ, ഇൻവെസ്റ്റിംഗ് ഇൻ അഗ്രികൾച്ചർ, റിഫോമിംഗ് വർക്ക് പ്ലേസ് ലോസ്. അപ്പോൾ ഇൻവെസ്റ്റിംഗ് ഇൻ വിമൻ എന്ന് പറയുമ്പോൾ വിമൻ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർ കുറച്ചും കൂടി എക്കോണമിയിൽ ഇൻവോൾവ് ആയിരിക്കുമ്പോൾ നമ്മുടെ റവന്യൂ ഷിഫ്റ്റ് ഇൻക്രീസ് ചെയ്യും. അതേപോലെ ഗ്രോത്ത് റേറ്റ് ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ഇതിനകത്ത് ഒരു ആസ്പെക്റ്റും സോഷ്യൽ ആസ്പെക്റ്റും കൂടി വരുന്നുണ്ട്. അതായത് ഹെൽപ്പിംഗ് വിമൻ സ്റ്റേ ആക്റ്റീവ് ഇൻ ദ വർക്ക് പ്ലേസ് ഇൻക്ലൂഡ്സ് മെൻ ഓൾസോ ബീങ് മോർ ഇൻവോൾവ് ഇൻ റേസിംഗ് ഫാമിലി, അല്ല ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ്, അതൊക്കെ ഒരു ഈക്വൽ ഷെയറിങ് എന്നുള്ള. അപ്പോൾ അതിനകത്തൊരു ജെൻഡർ ഡയമെൻഷനും അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഡയമെൻഷനും കൂടി വരുന്നുണ്ട്. അതിൻ്റെ അടുത്തത് ഇൻവെസ്റ്റിംഗ് ഇൻ അഗ്രികൾച്ചർ. അത് ആസ് വി നോ ദാറ്റ് അഗ്രികൾച്ചർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആളുകളെ എംപ്ലോയ് ചെയ്യുന്ന ഏറ്റവും വലിയ സെക്ടർ ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഓൾമോസ്റ്റ് 50%, more than 50% ഓഫ് പീപ്പിൾ ആർ എംപ്ലോയ്ഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻ അഗ്രികൾച്ചർ. പക്ഷേ എന്നാലും അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഫോർ GDP വളരെ വളരെ ലെസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ്, അഗ്രികൾച്ചർ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആക്കുക, അതൊരു പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ആൻഡ് തേർഡ് വൺ, റിഫോമിംഗ് വർക്ക് പ്ലേസ് ഇൻഇക്വാളിറ്റീസ്. ഇത് അഗൈൻ ഒരു ജെൻഡർ ഡയമെൻഷൻ, ഒരു സോഷ്യൽ ഡയമെൻഷനും വരുന്നുണ്ട്. സെയിം ഈക്വൽ ലെവൽ ഓഫ് ഇൻകം ഫോർ മെൻ ആൻഡ് വിമൻ. വർക്ക് പ്ലേസ് ലോസ് റിഫോർമേഷന് മെയിൻലി 2 പോയിന്റ്സ് ആണ് പറയുക. ഒന്ന്, മിനിമം വേജസ് അഡോപ്റ്റ് ചെയ്യുക, പ്ലസ് യൂണിവേഴ്സൽ ബേസിക് ഇൻകം കൊണ്ടുവരിക. ഡിസ്കഷൻസ് ഓൾറെഡി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്, എസ്പെഷ്യലി യൂണിവേഴ്സൽ ബേസിക് ഇൻകമിൽ. ആൻഡ് ഇന്ത്യയിൽ എടുത്തിരിക്കുന്ന മെഷേഴ്സ് നോക്കുകയാണെങ്കിൽ MG നരേഗ, പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം, മുദ്ര ബാങ്ക് റീസെൻ്റ്ലി വന്നതാണ്. അങ്ങനെ പല സ്കീംസും നമുക്ക് എക്സാമ്പിളായിട്ട് കോട്ട് ചെയ്യാവുന്നതാണ്, ഇൻക്ലൂസീവ്നെസ് എയിം ചെയ്തിട്ടുള്ള പല സ്കീംസും. അപ്പോൾ ഇത് നോട്ടിൽ ഇത് കൊടുത്തേക്കാം. പിന്നെ ഇത് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ സജഷൻസ് ആണ്. കൺട്രി ഷുഡ് ഇൻക്രീസ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദെയർ സിറ്റിസൺസ് കേപ്പബിലിറ്റീസ്. അങ്ങനെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യുക, അതുവഴി പ്രൊഡക്ടിവിറ്റി ആൻഡ് ഗ്രോത്ത് റേറ്റ് കൂട്ടുക. പിന്നെ ഗവൺമെൻറ് ഷുഡ് അപ്ഡേറ്റ് ഓർ ദേ ഷുഡ് വർക്ക് ടുഗെദർ വിത്ത് എംപ്ലോയേഴ്സ് ആൻഡ് വർക്കേഴ്സ് ഓർഗനൈസേഷൻസ് ആൻഡ് റൂൾസ് കൊണ്ടുവരിക, so that they can positively influence the quantity and distribution of job opportunities and compensation. അതുവഴി പർച്ചേസിംഗ് പവർ ഇൻക്രീസ് ചെയ്യുക, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുക, which in turn helps to increase the standard of living. And also another thing to focus, especially in countries like India, വളരെ ഹ്യൂജ് പോപ്പുലേഷൻ ഉള്ള കൺട്രീസിന് ഫോക്കസ് ചെയ്യേണ്ട ഒരു മെയിൻ പോയിന്റ്, കൂടുതലായിട്ടും പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി ചാനലൈസ് ടു ലേബർ ഇൻറ്റൻസീവ് സെക്ടേഴ്സ്. പക്ഷേ നമ്മൾ ഇൻ റിയാലിറ്റി വി ആർ സീയിങ് ദാറ്റ് കൂടുതൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആവാൻ അല്ലെങ്കിൽ ടെക്നോളജി ഇൻറ്റൻസീവ് ആവാനാണ് കൂടുതലും ഒരു ചായ്വുള്ളത്, അല്ലെങ്കിൽ അതിലോട്ടാണ് കൂടുതൽ ഒരു പ്രോമിനൻസ് കൊടുക്കുന്നത്. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ എ കൺട്രി വിത്ത് എ ഹ്യൂജ് പോപ്പുലേഷൻ. സോ അത് ഇഫ് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് സോൾവ് ദ പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഓൾസോ ബ്രിങ് അബൌട്ട് ഇൻക്ലൂസീവ്നെസ്. അപ്പോൾ അത് ഡെവലപ്പിംഗ് കൺട്രീസ്, എസ്പെഷ്യലി ഇന്ത്യ പോലുള്ള ഹൈ പോപ്പുലേഷനുള്ള കൺട്രീസിന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ്. ഇനി ഒരു ടോപ്പിക്കും കൂടെ പറയുന്നത് സ്ട്രാറ്റജീസ് ഓഫ് പ്ലാനിങ്, അതായത് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഇന്ത്യൻ പ്ലാനിങ്ങിൽ മേജറായിട്ട് അഡോപ്റ്റ് ചെയ്തതെന്ന് മാത്രമാണ്. അപ്പോൾ ഫസ്റ്റ് പ്ലാനിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ഹാരറ്റ് ഡോമർ സ്ട്രാറ്റജിയാണ്. ഹാരറ്റ് ഡോമർ മോഡലിലാണ് ഫസ്റ്റ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് റെഗുലറായിട്ട് നമ്മൾ കാണുന്ന ഒരു ടോപ്പിക്കാണ്. സോ ഫസ്റ്റ് പ്ലാനിൽ അല്ലെങ്കിൽ ഹാരറ്റ് ഡോമർ സ്ട്രാറ്റജി വാസ് അല്ലെങ്കിൽ ഇറ്റ് എംഫസൈസ് ദ റോൾ ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷൻ. ആൻഡ് ക്യാപിറ്റൽ അക്യുമുലേഷൻ കാരണം 2 കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, ഡിമാൻഡ് സൈഡിൽ അത് നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. മറ്റൊരു സൈഡിൽ സപ്ലൈ സൈഡിൽ നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യാൻ ചെയ്യുന്നു. അങ്ങനെ 2 രീതിയിലുള്ള ഒരു 2 pronged ആയിട്ടുള്ള മോഡലാണ് ഹാരറ്റ് ഡോമർ സ്ട്രാറ്റജി
അഡോപ്റ്റ് ചെയ്തത്. അങ്ങനെ അതുകൊണ്ടാണ് ഫസ്റ്റ് പ്ലാനിൽ ഹാരഡ്-ഡോമർ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തത്. ആൻഡ് ഇത് ഹാരഡ്-ഡോമർ സ്ട്രാറ്റജി essentially implies that അല്ലെങ്കിൽ essentially emphasizes that the economy is dependent on the level of savings and capital output ratio. അപ്പോൾ സേവിങ്സും ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയും ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് HD മോഡൽ ഇരിക്കുന്നത്. അപ്പം സെക്കൻഡ് മോഡൽ ആയപ്പോഴത്തേക്കും പറയുന്നത് നെഹ്റു-മഹാലനോബിസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ നെഹ്റു-മഹാലനോബിസ് സ്ട്രാറ്റജി. അതും അഗൈൻ ഒരു 2 സെക്ടർ മോഡലാണ്. അതായത് കൺസ്യൂമർ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, അങ്ങനെ 2 സെക്ടേഴ്സാണ് കൺസിഡർ ചെയ്യുന്നത്. And it emphasized investment in heavy industries to achieve industrialization. Industrialization വഴി economic development എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് മഹാലനോബിസ് സ്ട്രാറ്റജിയിൽ ഉണ്ടായിരുന്നത്. ആൻഡ് സെൽഫ് റിലയൻ്റ് ആവുകയും, അതായത് ഇമ്പോർട്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് കുറയ്ക്കുക, ക്യാപിറ്റൽ കൺസ്ട്രെയിൻസ് കട്ട് ഡൗൺ ചെയ്യുക എന്നുള്ള ഒരു ഫോക്കസാണ് മഹാലനോബിസ് മോഡലിൽ ഉണ്ടായിരുന്നത്. സെക്കൻഡ് 5-year പ്ലാൻ ആൻഡ് അപ് ടു 5th പ്ലാൻ ചെറിയ മോഡിഫിക്കേഷൻസോടെയുള്ള മഹാലനോബിസ് സ്ട്രാറ്റജി തന്നെയാണ് ഫോളോ ചെയ്തിരുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ കോൾ ഫോർ ലാർജർ റോൾ ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്. അതിന് 2 റീസൺസ് ആണ് കൊടുത്തിരുന്നത്. ഒന്ന്, പ്രൈവറ്റ് സെക്ടർ വാസ് നോട്ട് മെച്യൂർ ഇനഫ് ഓർ ഡിഡ് നോട്ട് ഹാവ് ദ കപ്പാസിറ്റി ടു അണ്ടർടേക്ക് റെസ്പോൺസിബിലിറ്റി. ആൻഡ് സെക്കൻഡ്ലി, പ്രൈവറ്റ് സെക്ടർ ഓപ്പൺ ചെയ്താൽ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എമംഗ് ഫ്യൂ ഇൻഡിവിജ്വൽസ് എന്നുള്ള ഒരു കേസും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അതിനുശേഷം റിഫോംസ് അഡോപ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ LPG സ്ട്രാറ്റജി, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ സ്ട്രാറ്റജിയാണ് പോസ്റ്റ് റിഫോം പീരിയഡിൽ വരുന്നത്. ഇപ്പം നേച്ചർ ഓഫ് പ്ലാനിങ്ങിൽ ഒരു ഷിഫ്റ്റാണ് ഉണ്ടാകുന്നത്. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള പ്ലാനിങ്ങിൽ നിന്ന് ഒരു ഫെസിലിറ്റേറ്റിംഗ് റോളിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷനാണ് LPG സ്ട്രാറ്റജിയിൽ വന്നിരിക്കുന്നത്. ആൻഡ് അതൊരു എക്സ്പോർട്ട് ലെഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അതുവരെ എക്സ്പോർട്ട് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ് അതുവരെ എൻവിസേജ് ചെയ്തതെങ്കിൽ LPG സ്ട്രാറ്റജിക്ക് ശേഷം ഒരു എക്സ്പോർട്ട് ലെഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് LPG സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് എ ഫോക്കസ് ഓൺ ഇൻക്ലൂസീവ്നെസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി. അടുത്ത് ഡിഫറെൻറ്റ് പ്ലാൻസിൻ്റെ ഒരു ഓവർവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, നോട്ട്സിൽ അപ്ഡേറ്റ് ചെയ്യാം. ആൻഡ് അടുത്ത് നമ്മൾ ക്രിട്ടിക്കൽ അപ്രൈസലാണ് നോക്കുന്നത്. ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് ദി ഇന്ത്യൻ പ്ലാനിങ് പ്രോസസ്സ്. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് ഒരു എസ്സേ അല്ലെങ്കിൽ ചോദിക്കാനുള്ള സാധ്യതയുള്ള ഒരു മെയിൻ ഏരിയയാണ് ക്രിട്ടിക്കൽ അപ്രൈസൽ. അപ്പോൾ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ആദ്യം ഇനീഷ്യേഷൻ ഓഫ് എക്കണോമിക് ഗ്രോത്ത്. ഇത് ഡൗട്ട് ഇല്ലാത്ത കാര്യമാണ്. പ്ലാനിങ് പ്രോസസ്സിലൂടെ തന്നെയാണ് ഇവിടെ എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ ദ പ്രോസസ് ഓഫ് ഗ്രോത്ത് വാസ് ഇനീഷ്യേറ്റഡ് ത്രൂ എക്കണോമിക് പ്ലാനിങ്. അപ്പോൾ ഒരു ഫ്രീ എൻ്റർപ്രൈസ് എക്കോണമി, എൻറ്റയർലി മാർക്കറ്റ് റിമൈനിങ് ആയിട്ടുള്ള എൻറ്റയർലി മാർക്കറ്റ് ഫോഴ്സസിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു എക്കോണമിക്ക് ഒരിക്കലും ഒരു ഗ്രോത്ത് പ്രോസസ്സ് ഇനീഷ്യേഷൻ അല്ലെങ്കിൽ ഒരുപാട് നാൾ സ്റ്റാഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്കോണമിയെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് സാധ്യമായിരിക്കില്ല. അതുകൊണ്ട് എക്കണോമിക് പ്ലാനിംഗ് ആണ് ഒരു ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഡെവലപ്മെൻ്റ് ആയിട്ട് അഡോപ്റ്റ് ചെയ്തത്. ആൻഡ് അങ്ങനെ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ഈവൻ ദോ എക്കണോമിക് ഗ്രോത്ത് ഹാസ് നോട്ട് ബീൻ വെരി സ്പെക്ടാക്കുലർ, ഒരു ഭയങ്കരമായ അച്ചീവ്മെൻറ്റ് എക്കണോമിക് ഗ്രോത്തിൽ ഇല്ല എങ്കിലും ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു ആവറേജ് ആയിട്ടുള്ള ട്രെൻഡ് ഗ്രോത്ത് റേറ്റ് ഓഫ് 4.7% പെർ ആനം ഹാസ് ബീൻ അച്ചീവ്ഡ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇറിഗേഷൻ ഫെസിലിറ്റി, എനർജി സോഴ്സസ്, അതൊക്കെയാണ് മെയിനായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിന് ഒരു വലിയ ഒബ്സ്റ്റക്കിൾ ആണ്. അപ്പോൾ ഈവൻ ദോ ദ ടാർഗറ്റ്സ് ലേഡ് ഡൗൺ ഇൻ ഡിഫറെൻറ്റ് പ്ലാൻസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ വെയർ അൺറിയലൈസ്ഡ്, ഒരുപാട് ലേ ഡൗൺ ചെയ്ത ടാർഗറ്റിൻ്റെ അടുത്ത് പോലും അല്ലെങ്കിൽ അത് റിയലൈസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും ദ കൺട്രി ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് ലെവൽ ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിൽ എത്തിയത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ബിക്കോസ് ഓഫ് എക്കണോമിക് പ്ലാനിങ്. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ ഒരു ഗെയിൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അടുത്ത ഒരു മേജർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ബേസിക് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ്. അപ്പോൾ നമ്മൾ ഇനിഷ്യലി തന്നെ പറഞ്ഞിരുന്നു വി ഹാഡ് ആൻ ഓവർ ഡിപ്പെൻഡൻസ് ഓൺ ഇമ്പോർട്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത്. ആൻഡ് ഇന്ത്യാസ് ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ വാസ് വെരി മച്ച് അണ്ടർ ഡെവലപ്ഡ്. നമ്മൾ 1947 സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് എക്കണോമിക് പോളിസി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, അവർ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ പോളിസിയാണ് ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ വാസ് വെരി മച്ച് അണ്ടർ ഡെവലപ്ഡ്. അത് നമ്മൾ മഹാലനോബിസ് സ്ട്രാറ്റജി ഓഫ് ഗ്രോത്തിൽ ഹൈ പ്രയോറിറ്റി വാസ് അക്കോർഡഡ് ടു ഇൻഡസ്ട്രീസ്. അതിൻ്റെ ഭാഗമായി ഇൻഡസ്ട്രിയൽ മെഷീനറി, മെഷീൻ ടൂൾസ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ട് ആൻഡ് എക്വിപ്മെൻറ്റ്, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്, അങ്ങനെ പല മേഖലകളിലും പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസ് ഒരു കൺസിഡറബിൾ സ്കെയിലിൽ ഡെവലപ്പ് ചെയ്ത് വന്നു.
ആൻഡ് ജസ്റ്റേഷൻ പീരീഡ് വളരെ ലോങ് ആയതുകൊണ്ട് തന്നെ, ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്റ്റിൽ നിന്ന് റവന്യൂ കിട്ടാൻ തുടങ്ങുന്ന ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ് പറയുന്നത്. അപ്പോൾ അത് വളരെ ബേസിക് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഹൈ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഇൻഡസ്ട്രീസിൽ ജസ്റ്റേഷൻ പീരീഡ് വളരെ ഹൈ ആണ്. അങ്ങനെയുള്ള ഏരിയാസിൽ പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രൈവറ്റ് സെക്ടർ അങ്ങനെയുള്ള ഏരിയാസിൽ വരാനായിട്ട് ഇൻഡിപെൻഡൻസിൻ്റെ ടൈമിൽ എക്വിപ്ഡ് അല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തത് പ്ലാനിങ്ങിൻ്റെ ഒരു മേജർ ഒബ്ജക്റ്റീവ് തന്നെയാണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലൂടെ. ഒരുവിധം സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടാണ് ഇന്ത്യ നിൽക്കുന്നത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. ആൻഡ് ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ പ്ലാൻസ് അനുസരിച്ച് ഇന്ത്യ ഇപ്പോഴും ഫോക്കസ് ചെയ്യുന്ന കാര്യമാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ ഡെവലപ്മെൻറ്റ്. അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് അഗ്രേറിയൻ റിഫോംസ് ആൻഡ് ഗ്രീൻ റെവല്യൂഷൻ. അപ്പോൾ പ്ലാനിങ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് 2 തരത്തിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് അഗ്രികൾച്ചറൽ സെക്ടറിൽ ദർ വാസ് എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് റിലേഷൻസ്, സാമിന്ദാർസ്, അങ്ങനെ ഫാമേഴ്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ക്ലാസ് വളരെയധികം സഫർ ചെയ്തിരുന്ന ഒരു ടൈമാണ്. സോ ഈവൻ ദോ ലാൻഡ് റിഫോംസ് വളരെയധികം സക്സസ്ഫുൾ അല്ല എങ്കിലും, അതായത് ലാൻഡ് റിഫോംസ് ഹാവ് ബീൻ politicized and did not deliver the desired results, but still by way of economic planning the state paid attention to land reforms and it created a congenial അല്ലെങ്കിൽ conducive environment for agricultural developments. അപ്പോൾ അതിനോടൊപ്പം തന്നെ 1966 തൊട്ട് മെയിൻ എംഫസിസ് ഹാസ് ബീൻ ഓൺ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി ഫോർ റേസിംഗ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി. പിന്നെ ഗ്രീൻ റെവല്യൂഷൻ ആസ് വി നോ വളരെയധികം ഇമ്പോർട്ട് ചെയ്യുന്ന ഫുഡ് ഗ്രെയിൻസ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഗതിയിൽ നിന്ന് നമ്മൾ സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ലെവലിലേക്ക് വന്നിട്ടുണ്ട് വയ ഗ്രീൻ റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷനും ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ട്, ബട്ട് ദി അഡ്വാൻറ്റേജസ് ഓൾസോ ഹാവ് ടു ബി ടേക്കൻ ഇൻ ടു അക്കൗണ്ട്. ആൻഡ് അടുത്ത് പറയാൻ പറ്റുന്ന ഒരു മേജർ പോയിന്റ് ഗ്രോത്ത് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ മേജർ കോൺട്രിബ്യൂഷനാണ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. അപ്പം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിലാണെങ്കിലും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഓൺഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് പ്ലേഡ് മേജർ റോൾ ഇൻ മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അതായത് അഗ്രികൾച്ചറിനും ഇൻഡസ്ട്രീസിനുമൊക്കെ ഫിനാൻസ് കൊടുക്കാനായിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലായിരുന്ന ഒരു സമയത്ത് പബ്ലിക് സെക്ടർ ഇൻവോൾവ്മെൻറ്റ് കാരണം തന്നെയാണ്. ആൻഡ് ഓൾസോ നാഷണലൈസേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അതൊക്കെ കാരണം തന്നെയാണ് ലെവൽ ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ ഇംപ്രൂവ് ചെയ്ത് വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദ ലെവൽ ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ വുഡ് ഹാവ് ബീൻ വെരി ലോ. എസ്പെഷ്യലി ഫിനാൻസിങ് ഫെസിലിറ്റി പ്രൈവറ്റ് സെക്ടറിന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ ഒരു പ്രോഗ്രസ്സും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു. സോ അച്ചീവ്മെൻറ്റ്സ് ഓഫ് എക്കണോമിക് പ്ലാനിങ് ഇൻകൺസിഡറബിൾ അല്ല, അല്ലെങ്കിൽ എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത് തീരെ ഇറ്റ് ഈസ് ഗുഡ് ഫോർ നത്തിങ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ദർ ആർ എ ലോട്ട് ഓഫ് ഫ്ലോസ്, ലോട്ട് ഓഫ് പ്രോബ്ലംസ്, ബട്ട് എന്നാലും നമ്മൾ പോസിറ്റീവ്സും പറയാനുണ്ട് അതിൽ. അപ്പം ഇത് എസ് എ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ. അപ്പോൾ അത് പോസിറ്റീവ്സ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. അടുത്ത് നമുക്ക് നെഗറ്റീവ്സ് നോക്കാം. സോ നെഗറ്റീവ്സിലെ ആദ്യത്തെ പോയിന്റ് ഇൻഅപ്രോപ്രിയേറ്റ് ഫോം ഓഫ് പ്ലാനിങ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് പെർസ്പെക്റ്റീവ് ഇൻ പ്ലാനിങ് എന്ന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. സോ ഇന്ത്യൻ പ്ലാനിങ് വെസ്റ്റഡ് ദ പ്ലാനർ വിത്ത് ഫുൾ അതോറിറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ അത് ഒരു കൺസൾട്ടേഷൻ എന്നുള്ള പ്രോസസ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. Plus, the political philosophy of economic planning has been very wrong because there has been a lot of political involvement in planning. അത് മാത്രമല്ല, the supposition that public sector enterprises grow ചെയ്ത് അത് പ്ലാൻഡ് എക്കോണമിയുടെ ഒരു കോർ സെക്ടറായി മാറും, അല്ലെങ്കിൽ റോൾ ഓഫ് പബ്ലിക് സെക്ടറിൽ ഒരുപാട് ഓവർ എംഫസിസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഇന്ത്യൻ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു. ആൻഡ് അനദർ പ്രോബ്ലം ഇസ് ദാറ്റ് സാധാരണ പ്ലാൻസ് നമ്മൾ നോക്കുമ്പോഴേക്കും പ്രിസീഡിങ് പ്ലാൻസ്, ഇതിന് മുമ്പ് വന്നിരിക്കുന്ന പ്ലാൻസിൽ നിന്ന് ലെസൺസ് എടുത്ത് വേണം ഫർദർ പ്ലാൻസ് ഡെവലപ്പ് ചെയ്യാൻ. പക്ഷേ ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് സക്സീഡിങ് പ്ലാൻസ് ഹാവ് നോട്ട് ബീൻ അല്ലെങ്കിൽ ഹാവ് ഓൾവേസ് ബീൻ കമൻസ്ഡ് വിത്തൗട്ട് ദ ഫുൾ ഇവാലുവേഷൻ ഓഫ് ദ പ്രീവിയസ് പ്ലാൻ. അങ്ങനെയുള്ള ഒരു പ്രശ്നവും കൂടി അതിനകത്ത് ഉണ്ട്. പിന്നെ അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് പ്ലാനിങ്. അടുത്ത് നമുക്ക് പറയുന്ന ആബ്സെൻസ് ഓഫ് എ ഫിനാൻഷ്യൽ സ്ട്രാറ്റജി. അപ്പോൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇന്ത്യൻ പ്ലാനിങ് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്ലാനിങ് ആണ്. ആൻഡ് ഇറ്റ് അസ്യൂംഡ് ദാറ്റ് വാട്ട് ഈസ് ഫിസിക്കലി പോസിബിൾ ഈസ് ഫിനാൻഷ്യലി പോസിബിൾ ടു. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിസോഴ്സസ് ലഭ്യമാകും എന്നുള്ള ഒരു ഫോൾട്ടി അസംഷൻ വളരെയധികം വാസ് ഡിസഡ്വാൻറ്റേജ് ഇൻ ഇന്ത്യൻ പ്ലാനിങ്. ആൻഡ് പ്ലാൻസ് കണ്ടിന്യൂസ് ആയിട്ട് സൈസിൽ ഇൻക്രീസ് ചെയ്യുകയും
എക്സ്പെൻഡിച്ചർ വളരെയധികം ഇൻക്രീസ് ചെയ്യുകയും എന്നാൽ അതിന് വേണ്ടുന്ന റിസോഴ്സസ്, അതിനെ ഫിനാൻസ് ചെയ്യാനുള്ള റിസോഴ്സസ് ഗവൺമെൻറ്റിന് ഇല്ലാതാവുകയും ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ഗവൺമെൻറ് വാസ് ഫോഴ്സ് ടു ഡിപ്പെൻഡ് ഓൺ ഡെഫിസിറ്റ് ഫിനാൻസിങ്. അപ്പോൾ ഡെഫിസിറ്റ് ഫിനാൻസിങ് വരുമ്പോൾ പിന്നെയും ഇൻഫ്ലേഷൻ്റെ പ്രശ്നങ്ങൾ വരുന്നു, ബാക്കിയുള്ള ഒരു എക്കണോമിക് സ്റ്റാഗ്നേഷൻ വരുന്നു, അങ്ങനെ അൺഎംപ്ലോയ്മെൻറ്റ് വരുന്നു. അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ സ്ട്രാറ്റജി ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്, ആബ്സെൻസ് ഓഫ് എ ഫിനാൻഷ്യൽ സ്ട്രാറ്റജി. അടുത്ത് നമുക്ക് പറയാവുന്ന ഒരു പോയിന്റ്, ഫെയിലിയർ ഇൻ പ്രൊമോട്ടിങ് എ ബാലൻസ്ഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് ഒരു റീജിയണൽ ബാലൻസ് ഡെവലപ്മെൻറ്റിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. ഇൻ ദാറ്റ് ആംഗിൾ ദ പോളിസീസ് വെർ വെരി ഷോർട്ട് സൈറ്റഡ്. സെക്കൻഡ് പ്ലാനിൽ ഈവൻ ദോ അത് പരാമർശിക്കുന്നുണ്ടെങ്കിലും അത് വളരെ ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് പ്രശ്നം. ദാറ്റ് ഇസ് ഇത്രയും വർഷത്തെ എക്കണോമിക് പ്ലാനിങ്, നാഷണൽ ലെവലിലുള്ള എക്കണോമിക് പ്ലാനിങ് ഉണ്ടായിട്ട് പോലും ദർ ഇസ് എ ഹ്യൂജ് ലെവൽ ഓഫ് റീജിയണൽ ഡിസ്പാരിറ്റി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഇസ് വെരി ബാഡ്, ഗിവ്സ് എ വെരി ബാഡ് ഇംപ്രഷൻ അബൌട്ട് പ്ലാനിങ്. അപ്പം നോർമലി പ്ലാനിങ് യൂസ് ചെയ്യുന്നത് തന്നെ ഒരു ബാലൻസ്ഡ് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയാണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ സംഭവിച്ചില്ല. അത് മെയിൻലി ഇറ്റ് ഈസ് ആട്രിബ്യൂട്ടഡ് ടു ദ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റ്. പിന്നെ പറയാനുള്ളൊരു കാര്യം, 10th പ്ലാനിൽ അല്ലെങ്കിൽ ബാക്ക്വേർഡ് റീജിയൻസ്, ടുഡേ ബാക്ക്വേർഡ് റീജിയൻസ് വളരെയധികം പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. 10th പ്ലാനിൽ ഡിഫറൻഷ്യൽ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി സെൻറ്റർ റോൾ ഔട്ട് ചെയ്തു. അങ്ങനെ ദർ ഹാവ് ബീൻ എ ഫ്യൂ ഇനിഷ്യേറ്റീവ്സ്, പക്ഷേ പ്ലാനിങ്ങിൻ്റെ ഒരു ഫ്ലോ ആയിട്ടാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ആൻഡ് അടുത്ത ഒരു പ്രശ്നം, പ്ലാനിങ് വാസ് ഹൈലി സെൻട്രലൈസ്ഡ് നേച്ചർ ഓഫ് പ്ലാനിങ്. ഇപ്പം നെഹ്റുവിൻ്റെ പീരിയഡിന് ശേഷം കണ്ടു കഴിഞ്ഞാൽ എവറി പ്ലാൻ ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ഓഫ് സെൻട്രലൈസേഷൻ. ഈവൻ ദോ നമ്മൾ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലും മൾട്ടി ലെവൽ പ്ലാനിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്തെങ്കിലും ഒരു ഡീസെൻട്രലൈസ്ഡ് ആവാനായിട്ടുള്ള ഒരു കൺഡ്യൂസീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇന്ത്യൻ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നില്ല. ആൻഡ് അത് ഒരു കുറച്ചെങ്കിലും ഡീസെൻട്രലൈസേഷൻ വരുന്നത് ഒരു ഏർലി 1990s 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് പ്രകാരം. ഇറ്റ് പ്രൊമോട്ടഡ് ദ കോസ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്. കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്ത് ലോക്കൽ ബോഡീസിന് കൊടുത്തു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് ക്യാരി ഓവർ ആയില്ല, അല്ലെങ്കിൽ പ്രോപ്പർ ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് അവർക്ക് ഹാൻഡ് ഓവർ ആയില്ല എന്നുള്ളതാണ് പ്രശ്നം. ഓൾസോ 10th പ്ലാനിൽ ഒരു സ്റ്റേറ്റ്സിന് പ്ലാനിങ് പ്രോസസ്സിൽ ഹയർ ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അടുത്ത് നമുക്ക് പറയാവുന്നൊരു പോയിന്റ്, ലോപ്പ് സൈഡഡ് എംപ്ലോയ്മെൻറ്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് സ്ട്രാറ്റജി. പ്ലാനിങ് ഇൻ ഇന്ത്യ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ ആയിട്ടുള്ള ഒരു ഫോക്കസ് അല്ലെങ്കിൽ ഹൈ ആയിട്ടുള്ള ഒരു ഫേവർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസിനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസിന് കൊടുക്കുമ്പോൾ എസ്പെഷ്യലി സെക്കൻഡ് പ്ലാൻ ഓൺവേർഡ്സ്, അപ്പോൾ അതിന് ആവശ്യത്തിന് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. സോ ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ഇൻ എ മാനർ ദാറ്റ് ഇന്ത്യ ഷുഡ് ഹാവ് ഗോൺ ഫോർ ലേബർ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അറ്റംപ്റ്റ് പ്ലാനിങ്ങിൽ ഉണ്ടായില്ല. അടുത്ത, നെഗ്ലക്റ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വി ക്യാൻ സേ. അതായത് പോവർട്ടി അലവേഷൻ, റിഡക്ഷൻ ഓഫ് ഇൻകം ഇൻഇക്വാലിറ്റീസ്, അങ്ങനെയുള്ള മേഖലകളിൽ ഇന്ത്യൻ പ്ലാൻസ് ആവശ്യത്തിന് അറ്റൻഷൻ കൊടുത്തില്ല എന്നുള്ള ഒരു ക്രിറ്റിസിസം മേജർലി ഉണ്ട്. അപ്പോൾ അതിൻ്റെ തെളിവാണ് ഇപ്പോഴും there is a lot of poverty and widespread inequality in India എന്നുള്ളത് അതിൻ്റെ തെളിവാണ്. അപ്പോൾ നമുക്കതിന് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, പിന്നെ റീസെൻ്റ്ലി ഏസർ റിപ്പോർട്ട് വാസ് റിലീസ്ഡ്. ആ ഏസർ റിപ്പോർട്ട് പറഞ്ഞിരുന്നത് there is very poor learning conditions or learning outcomes in schools എന്നാണ് ഏറ്റവും റീസെൻ്റ് ഏസർ റിപ്പോർട്ട് പറഞ്ഞിരുന്നത്. ഓൾസോ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് നമുക്ക് കോട്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഓക്സ്ഫാം റിപ്പോർട്ട് കോട്ട് ചെയ്യാം. ദാറ്റ് ഇസ് റിച്ചസ്റ്റ് 1% ഹോൾഡ് മോർ ദാൻ 4 times വെൽത്ത് ഓഫ് ബോട്ടം പെർസെൻറ്റേജ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ആൻസർ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള പോയിന്റിൽ നമുക്ക് അതൊക്കെ കോട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വി ക്യാൻ ടോക്ക് അബൌട്ട് ദ ഫാക്ട് ദാറ്റ് അഗ്രികൾച്ചർ വാസ് ഓവർ ഷാഡോഡ് ബൈ ഇൻഡസ്ട്രി. അതായത് ദർ വാസ് ടു മച്ച് ഓഫ് ഫോക്കസ് ഓൺ or emphasis on agriculture that too much emphasis on industrial sector that agriculture was neglected. 10th പ്ലാനിലാണ് അഗ്രികൾച്ചർ ഒരു കോർ എലമെന്റ് ഓഫ് ഡെവലപ്മെന്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തത്. ആൻഡ് ഇപ്പോൾ ആസ് ഓഫ് നൗ ഇൻഡസ്ട്രീസ് ഹാവ് ബീൻ ഗിവൺ എ ലോട്ട് ഓഫ് കെയർ ആൻഡ് അറ്റൻഷൻ. നൗ ദേ ക്യാൻ സസ്റ്റെയിൻ ദെംസെൽസ്, ബട്ട് അഗ്രികൾച്ചർ സെക്ടർ നീഡ്സ് സ്പെഷ്യൽ കെയർ ആൻഡ് പ്രൊമോഷൻ. സോ അങ്ങനെ ഒരു ഫോക്കസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു പോയിന്റ് പറയാവുന്നത് ഫോൾട്ടി ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ പോളിസി. സോ ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ പോളിസി അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഫോർ ഈസി ആയിട്ട് റോ മെറ്റീരിയൽസ്, മാർക്കറ്റ്, ചീപ്പ് ലേബർ, ബെറ്റർ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള കിട്ടുന്ന അല്ലെങ്കിൽ അതൊക്കെ കിട്ടുന്ന ഫേവറബിൾ ആയിട്ടുള്ള പ്ലേസസിലാണ് ഇൻഡസ്ട്രീസ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇൻഡസ്ട്രീസ്
പ്രോഫിറ്റബിൾ ആയിട്ട് ലാഭകരമായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ത്യൻ പ്ലാനിങ്ങിൽ there was always a priority for setting up industries in the backward regions of the country, thinking that ഇത് മൂലം ബാക്കിയുള്ള ഫെസിലിറ്റീസ് അവിടെ ഡെവലപ്പ് ചെയ്ത് വരും എന്നുള്ള ഒരു ധാരണയിലാണ് അത് ചെയ്തിട്ടുള്ളത്. പക്ഷേ ദാറ്റ് ഹാസ് നോട്ട് ബീൻ സക്സസ്ഫുൾ. കാരണം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുതലാണ്, ഫ്യൂവൽ കോസ്റ്റ് കൂടുതലാണ്, ലേബർ അവൈലബിലിറ്റി ഉണ്ടാവില്ല, അങ്ങനെ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഇങ്ങനെ ഒരു പോളിസിക്ക് ഉണ്ട്. ആൻഡ് ഫൈനലി പൊളിറ്റിസൈസേഷൻ ഓഫ് പ്ലാനിങ് പ്രോസസ്സ്, അതൊരു വലിയ ഇഷ്യൂ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പോപ്പുലിസ്റ്റ് മെഷേഴ്സ് ഒക്കെ പ്ലാൻസിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് പ്ലാനിങ് നടക്കാത്തതിൻ്റെ ഒരു പ്രശ്നം. ആൻഡ് ഓൾസോ നമുക്കറിയാവുന്ന പോലെ പ്ലാനിങ് ഈസ് കൺസിഡേർഡ് ആസ് എ ടൂൾ ഫോർ പ്രൊമോട്ടിംഗ് റീജിയണലി ബാലൻസ്ഡ് ഗ്രോത്ത്. ബട്ട് ഇൻ ഇന്ത്യ ഈ പ്രോസസ്സ് നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ഇത്രയുമാണ് ഇതിൻ്റെ നെഗറ്റീവ്സിനകത്ത് പറയാനുള്ളത്. ആൻഡ് അടുത്ത് നമുക്കറിയാവുന്ന പോലെ തന്നെ നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷൻ സ്ക്രാപ്പ് ചെയ്ത് ഇറ്റ് വാസ് റീപ്ലേസ്ഡ് ബൈ ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, ഓൾസോ കോൾഡ് ദ നീതി ആയോഗ്. 2015 വരുന്നത്. അതൊരു തിങ്ക് ടാങ്ക് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇറ്റ് ഇസ് എ തിങ്ക് ടാങ്ക് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ആൻഡ് വാട്ട് ഇറ്റ് ഡസ് ഇസ് ദാറ്റ് ഇറ്റ് പ്രൊവൈഡ്സ് ഡയറക്ഷണൽ ആൻഡ് പോളിസി ഇൻപുട്സ് ടു ദ ഗവൺമെൻറ്. അതായത് പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യാൻ, പോളിസീസ് ഡിസൈൻ ചെയ്യാനുള്ള ഒരു ടെക്നിക്കൽ അഡ്വൈസ് പോലെയാണ് നീതി ആയോഗ് ഫങ്ഷൻ ചെയ്യുന്നത്. ആൻഡ് ഗവർണിംഗ് കൗൺസിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇതൊന്ന് നോക്കി വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം റീസെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പം ദേ മൈറ്റ് ആസ്ക് അബൌട്ട് ദ ഗവർണിംഗ് കൗൺസിൽ. അപ്പോൾ ഗവർണിംഗ് കൗൺസിൽ പറയുകയാണെങ്കിൽ പ്രൈം മിനിസ്റ്ററാണ് ചെയർമാൻ. ആൻഡ് ഇറ്റ് കംപ്രൈസസ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ആൻഡ് ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ്. അപ്പോൾ അതെന്താണ് കാണിക്കുന്നത്? ദർ ഇസ് എ ഇൻക്ലൂഷൻ എലമെൻ്റ് ഉണ്ട്. എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പാർട്ടിസിപ്പേഷനാണ് നീതി ആയോഗ് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഒരു റിഫോം അജണ്ട മനസ്സിൽ വെച്ചിട്ടാണ് നീതി ആയോഗ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഹാസ് കം ആസ് എ റീപ്ലേസ്മെൻറ്റ് ടു പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ്റെ പ്രശ്നങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്ത് കുറച്ചും കൂടെ നന്നായിട്ട് ആളുകളുടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ള ഒരു ഗോളോടെയാണ് നീതി ആയോഗ് വന്നിട്ടുള്ളത്. ആൻഡ് എല്ലാ സ്റ്റേറ്റ്സിനെയും ഒരുമിച്ച് കൊണ്ടുവരിക. ആൻഡ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം, ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇൻ നീതി ആയോഗ്. കോഓപ്പറേറ്റീവ് ഫെഡറലിസം ആണ് അതിൻ്റെ അജണ്ട, അല്ലെങ്കിൽ അതിൻ്റെ സ്ലോഗൻ എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് ഫെഡറലിസം ആണ്. ബ്രിങ്ങിങ് ഓൾ ദി സ്റ്റേറ്റ്സ് ടുഗെദർ ഇൻ നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് ഫോസ്റ്ററിങ് ദെയർ കോഓപ്പറേഷൻ. ഓക്കെ. ഓൾസോ നീതി ആയോഗിൽ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സും സ്പെഷ്യൽ ഇൻവൈറ്റീസ്, പല മേഖലകളിൽ നിന്നുള്ള സ്പെഷ്യലിസ്റ്റ് ഒക്കെ ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ നീതി ആയോഗ് ആൻഡ് പ്ലാനിംഗ് കമ്മീഷൻ. സോ അതിന് ഓർഗനൈസേഷൻ നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് പല ഫാക്ടേഴ്സിലാണ് ഡിഫറൻസസ് പറഞ്ഞിരിക്കുന്നത്. ഓർഗനൈസേഷൻ, പ്ലാനിംഗ്, റിലേഷൻ വിത്ത് സ്റ്റേറ്റ്സ്, ഫിനാൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. സോ ഞാനത് നോട്ട്സിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കാം, കാരണം അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈം പോകും. ആൻഡ് ഇനി ഒരു ക്രിട്ടിക്കൽ അപ്രൈസൽ നോക്കുകയാണെങ്കിൽ, നമ്മൾ ക്രിട്ടിക്കൽ അപ്രൈസൽ നോക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ കയ്യിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് പോയിന്റ്സ് ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് ടൈം കൺസ്ട്രെയിനിൽ നിന്നാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ആലോചിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ ഫീസിബിൾ സൊല്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇൻ സപ്പോർട്ട് പോയിന്റ്സ്, അല്ലെങ്കിൽ പോയിന്റ്സ് ഇൻ സപ്പോർട്ട് ഓഫ് നീതി ആയോഗ് പറയുകയാണെങ്കിൽ അത് ഒരുപാട് സോഴ്സസിൽ നിന്ന്, വളരെ അധികം സോഴ്സസിൽ നിന്ന് ഇറ്റ് കളക്ട്സ് ഒപ്പീനിയൻസ് അല്ലെങ്കിൽ ഐഡിയാസ് ആൻഡ് ഇറ്റ് ഷെയർസ് ഇറ്റ് വിത്ത് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇത് പല ഒരു ഇൻവോൾവ്മെൻറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഇൻക്ലൂഷൻ പ്രോസസ്സാണ് അത് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത് നീതി ആയോഗ്. സോ ഇറ്റ് കളക്ട്സ് ഐഡിയാസ് ഫ്രം വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇൻഡസ്ട്രി ആവാം, സിവിൽ സൊസൈറ്റി ആയിരിക്കാം, ഫോറിൻ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കാം, ആൻഡ് ഇറ്റ് ഇസ് ഷെയർഡ് വിത്ത് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ പ്ലാനിങ്ങിലോട്ട് അല്ലെങ്കിൽ പോളിസി ഇംപ്ലിമെൻറ്റേഷനിലോട്ട് ഇൻപുട്സ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. നൗ നീതി ആയോഗിന് പല മിനിസ്ട്രീസും ഓൾസോ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്, അങ്ങനെ പല പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റീസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എൻറ്റിറ്റീസ് തമ്മിലുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു കോഓപ്പറേഷൻ ഫോം ചെയ്യാനായിട്ട്, ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് നീതി ആയോഗ് ബെനിഫിഷ്യൽ ആണ്. ഇറ്റ് ബ്രിങ്സ് ഗ്രേറ്റർ ലെവൽ ഓഫ് അക്കൗണ്ടബിലിറ്റി ഇൻ ദ സിസ്റ്റം. ആൻഡ് നീതി ആയോഗിൻ്റെ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസ് വളരെ ഹെൽപ്ഫുൾ ആണ്. നമ്മൾ പ്ലാനിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ഒരു നെഗറ്റീവ് പറഞ്ഞു ഏർലിയർ പ്ലാൻസിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്യാതെ അല്ലെങ്കിൽ പെർഫോമൻസ് സ്റ്റഡി ചെയ്യാതെ അതിൻ്റെ മിസ്റ്റേക്സ് ഉൾക്കൊള്ളാതെയാണ് ഫർദർ പ്ലാൻസ് കൊണ്ടുവന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു കറക്ഷൻ എന്നുള്ള ഡയമെൻഷനിൽ നമുക്ക്
development and evaluation of which it collects data on performance of various ministries. ഓൾസോ റാങ്ക്സ് സ്റ്റേറ്റ്സിന് പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള റാങ്കിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ദാറ്റ് ഹെൽപ്സ് ഫോസ്റ്റർ കോമ്പറ്റേറ്റീവ് ഫെഡറലിസം ആൻഡ് എനേബിൾസ് ദം ടു ഡു പെർഫോം ടു ദെയർ ബെസ്റ്റ്. ഒരു കോമ്പറ്റേറ്റീവ്നെസ്, ഹെൽത്തി കോമ്പറ്റീഷൻ എന്നുള്ള ഐഡിയ ആണ് അതിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ആൻഡ് നീതി ആയോഗ് ഒരു റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി സ്റ്റേറ്റ്സ് ടു സെൻട്രൽ ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ അത് ഫങ്ഷൻ ചെയ്യുന്നു. ഇറ്റ് ഓൾസോ പ്രൊമോട്ട്സ് ഇന്നൊവേഷൻ ഇൻ ഇന്ത്യ. അപ്പം നമുക്ക് അറിയാവുന്ന പോലെ തന്നെ അടൽ ഇന്നൊവേഷൻ മിഷൻ സ്കൂളുകളിൽ അടൽ ടിങ്കറിംഗ് ലാബ്സ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്നോവേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫാക്റ്റും നമുക്ക് സപ്പോർട്ടായിട്ട് പറയാം. നൗ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ പോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ദ പവർ ടു ക്രിട്ടിസൈസ് ദ ഗവൺമെൻറ്. അതൊരു അഡ്വൈസറി ബോഡിയാണ്. ഇറ്റ് കനോട്ട് ക്രിട്ടിസൈസ് ദ ഗവൺമെൻറ്. പിന്നെ ട്രാൻസ്പെറൻസിയുടെ ഒരു ഇഷ്യൂ ഉണ്ട്. പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു ഗെറ്റ് പ്രോപ്പർ ഇൻഫർമേഷൻ. ആൻഡ് ദോ ഡീസെൻട്രലൈസേഷൻ എന്നുള്ള ഒബ്ജക്റ്റീവിലാണ് നീതി ആയോഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിലും ഇറ്റ് ഈസ് ക്രിട്ടിസൈസ് ദാറ്റ് ദെയർ ആക്ഷൻസ് ആർ സെൻട്രലൈസ്ഡ് ഇൻ നേച്ചർ. ആൻഡ് നീതി ആയോഗിൻ്റെ മീറ്റിംഗ്സിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ ചില സമയത്ത് കുറവായിട്ട് വരുന്നത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇറ്റ് കുഡ് നോട്ട് അട്രാക്ട് പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ പീപ്പിൾ ഈക്വലി. ഇറ്റ് ഈസ് മെയിൻലി ബിക്കോസ് ഡെവല്യൂഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. While earlier planning commission had the power for devolution of money. Now this power has been transferred to the finance ministry. അപ്പം ഒരു പോളിസി മേക്കിങ്ങിൽ ലോങ് ടേം കോൺസിക്വൻസോടെ ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ നീതി ആയോഗിനുണ്ട്. ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ മേജർ പോളിസി മേക്കിംഗ് ഡിസിഷൻസ് ആയിട്ടുള്ള ഡിമോണിറ്റൈസേഷൻ, GST എന്നിങ്ങനെയുള്ള ഡിസിഷൻസിൽ അതിന് ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഇല്ല എന്നുള്ള ഒരു ക്രിറ്റിസിസം നമുക്ക് പറയാം. സോ ദാറ്റ്സ് ഇറ്റ്. ബാക്കി ഞാൻ നോട്ട്സിൽ അപ്ഡേറ്റ് ചെയ്യാം. അതർവൈസ് ക്ലാസ് ഒത്തിരി ലോങ് ആയി പോയിട്ട് കാര്യമില്ല. നമ്മൾ ആൻസേഴ്സ് എഴുതുക എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആൻഡ് ഇതിൽ നിന്ന് ആസ് ഐ സെഡ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ പ്ലാനിങ്, വാട്ട് ഈസ് പ്ലാനിങ് എന്നുള്ള ഒരു 2 മാർക്കർ വരാൻ സാധ്യതയുണ്ട്. പിന്നെ കോഓപ്പറേറ്റീവ് ഫെഡറലിസം ഒന്ന് നോട്ട് ചെയ്യുക, അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നീതി ആയോഗിനെ പറ്റി ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ ഒരുപാട് ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് കുറവാണ്. ആൻഡ് വൺ മോർ തിങ്, 5, 2 and 10 മാർക്കർ ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു 10 മാർക്കർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് ഒരു essay ഫോമാറ്റിൽ എഴുതാൻ പറ്റില്ല. അത് ഭയങ്കര ഓവർഫ്ലോ ആയി പോകും. കാരണം നമ്മൾ കറക്റ്റായിട്ടുള്ള വേർഡ് ലിമിറ്റ് ആൻഡ് ടൈം ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വേണം എഴുതാൻ. സോ അതുകൊണ്ട് ഇതിനെ ചെറുതാക്കി ഒരു 15 മാർക്കർ ആൻസർ അല്ലെങ്കിൽ 10 മാർക്കർ ആൻസർ എങ്ങനെ എഴുതാം എന്നുള്ള രീതിയിൽ അതിനെ ഷോർട്ടൺ ചെയ്ത് വേണം എഴുതാൻ. അപ്പോൾ ടെസ്റ്റ് സീരീസിൻ്റെ ഭാഗമായിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാ മോഡ്യൂളിൽ നിന്നും ഉണ്ടാവും. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. സോ താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട്. ഓക്കെ, താങ്ക് യു.